എല്ലാവർക്കും നമസ്കാരം. ചർച്ച ആരംഭിക്കുകയാണ്. ആധുനിക സമൂഹവും സ്ത്രീകളിലെ അന്ധവിശ്വാസവും. അപ്പോൾ നമ്മളിപ്പോൾ ആധുനിക സമൂഹത്തിൽ എത്തി നിൽക്കുകയാണ്. അന്ധവിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞിട്ടും വീണ്ടും കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ മതേതര രാഷ്ട്രത്തിൽ ജനിച്ച നമ്മൾ ഒരു മത സമൂഹത്തിലേക്കാണോ വീണ്ടും പോകുന്നത് എന്നുള്ള സംശയത്തിലാണ്. അപ്പം അന്ധവിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെയും കാര്യം പറയുമ്പോൾ എപ്പോഴും മതവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളെ നമ്മൾ കൂടുതൽ ചൂണ്ടിക്കാണിക്കാറുണ്ട്. സ്ത്രീകളാണ് വിശ്വാസം പ്രചരിപ്പിക്കുന്നത്. കുടുംബം എന്ന സ്ഥാപനത്തിലും വിശ്വാസം അടുത്ത തലമുറയിലേക്ക് പ്രചരിപ്പിക്കുന്നത് സ്ത്രീകളാണ് അന്ധവിശ്വാസത്തിൻ്റെ പിടിയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അന്ധവിശ്വാസവുമായി കൂടുതൽ മുന്നോട്ട് പോകുന്നത്? ഒരു സ്ത്രീ തന്നെ ബഹിരാകാശത്ത് പോയിട്ട് പോലും ഇപ്പോഴും സ്ത്രീകൾ അന്ധവിശ്വാസത്തിലായിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ഒരു ചെറിയ ചർച്ചയിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സോഷ്യോളജി അധ്യാപികയാണ്. അപ്പോൾ സോഷ്യോളജിയിൽ, സമൂഹശാസ്ത്രത്തിൽ മതത്തെ ഒരു സാമൂഹീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മതം ഒരു വ്യക്തിയുടെ സ്വന്തമായി തീരുന്നത്, അല്ലെങ്കിൽ അത് പിന്തുടരേണ്ടി വരുന്നത് എന്ന് ഞങ്ങൾ വിഷയത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് മനഃശാസ്ത്രപരമായ കാരണം. അല്ലെ, മനഃശാസ്ത്രപരമായി മതം മനുഷ്യന് ഒരു ആശ്വാസവും സന്തോഷവും നൽകുന്നു എന്നുള്ളതാണ്. അപ്പം സമൂഹശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും ചരിത്രപരമായും പല കാരണങ്ങളും നാം ചിന്തിച്ചു കൂട്ടത്തിൽ ഞാൻ വെറുതെ ആലോചിക്കുകയാണ് എങ്കിൽ ജീവശാസ്ത്രപരമായി മതം മനുഷ്യനിൽ അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ മതം പിന്തുടരുന്നതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് തീർച്ചയായും ഡോക്ടർ ജയശ്രീയോടായിരിക്കും ചോദിക്കാൻ പറ്റുന്നത്. മാം, മതത്തിൻ്റെ സമൂഹശാസ്ത്രപരമായ കാരണങ്ങൾ നമുക്കറിയാം, മനഃശാസ്ത്രപരമായ കാരണങ്ങൾ അറിയാം. ഇനി സ്ത്രീകളെ പറ്റി പറയുമ്പോൾ സ്ത്രീകളെപ്പറ്റി ഡൊസൈൽ ബോഡി, പെട്ടെന്ന് വഴക്കപ്പെടുന്ന ശരീരം എന്നാണ് പറയുന്നത്. അപ്പം ജൈവശാസ്ത്രപരമായി ഈ മതം സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ പിന്തുടരുന്നതിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ശോഭയുടെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ഈ അന്ധവിശ്വാസം എന്നുള്ളത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനുഷ്യരുടെ ഒരു കഴിവായിട്ടുള്ള യുക്തിചിന്ത എന്ന് പറയുന്ന റാഷണലായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ കോമ്പിറ്റൻസാണ്, ഒരു കഴിവാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ജെൻഡർ വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിയിലുള്ളവർക്കോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിലുള്ളവർക്കോ ഇല്ലാതിരിക്കാൻ യാതൊരു വഴിയുമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. അത് വെച്ചാൽ നമ്മുടെ ബയോളജി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിന് ഒരു തരത്തിലൊരു വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. പക്ഷെ അവിടെ ഒരുപാട് പഠനങ്ങളുമുണ്ട്. ഇപ്പോൾ പൊതുവേ ഉള്ള ധാരണ, പല ധാരണകളും ഇപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, അല്ലെങ്കിൽ കണക്ക് പഠിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളെ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അതെല്ലാം തിരുത്തി എഴുതി കഴിഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും അങ്ങനെ ഉള്ള ചോദ്യങ്ങൾ തന്നെ വരുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളും അന്ധവിശ്വാസം എന്നുള്ള ഒരു വിഷയം തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളിൽ കൂടുതൽ അന്ധവിശ്വാസം ഉള്ളത് കൊണ്ടാണോ എന്ന് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ആ ചിന്ത വരുന്നതെന്ന് വെച്ചാൽ ഇത് ബയോളജിയും നമ്മൾ ശോഭ പറഞ്ഞതുപോലെ തന്നെ ഈ സാമൂഹ്യ ക്രമത്തെയും കുറച്ച് വ്യത്യാസമായിട്ട് കാണേണ്ടി വരും. ബയോളജി എന്ന് പറയുന്നത് നമ്മൾ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബോഡിയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് മാറണമെങ്കിൽ ഒരുപാട് കാലം എടുത്തും ചില സ്വഭാവങ്ങൾ മാത്രമാണ് അങ്ങനെ മാറുന്നത്. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ യുക്തിയോ ഒന്നും അതിനകത്ത് വരുന്നില്ല. അതൊക്കെ തന്നെ സാമൂഹ്യ ക്രമം കൊണ്ടാണ്. ഇപ്പം സ്ത്രീകൾ മാത്രമല്ലല്ലോ യുക്തിരഹിതമായിട്ട് ചിന്തിക്കുന്നത്. ഒരുപാട് പേര്, ഇപ്പം കാരശ്ശേരി മാഷ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്. മതത്തിൻ്റേതോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ മനുഷ്യർ പൊതുവെ യുക്തിരഹിതമാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളും വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ തന്നെ ചില നോട്ടങ്ങൾ അല്ലെങ്കിൽ ചില പഠനങ്ങൾ പലപ്പോഴും ജെൻഡർ ബയാസ്ഡ് ആയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ചിന്തകൾ തന്നെ വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും മാത്രമാണ് ജെൻഡർ എന്നൊരു കാഴ്ചപ്പാടാണ് നമുക്ക് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. അത് ശരിക്കും ബയോളജിയിൽ അങ്ങനെയാണോ? ബയോളജിയിൽ അങ്ങനെ ആയതുകൊണ്ടല്ല,
നമ്മൾ സാമൂഹ്യമായിട്ട് കണ്ടത് ആണിനെയും പെണ്ണിനെയും മാത്രമാണ്. അത് പ്രത്യേകിച്ച് പ്രത്യുൽപാദനപരമായിട്ട് മാത്രം നമ്മൾ ചിന്തിക്കുന്നതുകൊണ്ടാണ്. വെച്ചാൽ പ്രത്യുൽപാദനത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ചിന്തകളെല്ലാം വന്നിട്ടുള്ളത്. പാട്രിയാർക്കി അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബയോളജി നമ്മൾ അന്വേഷിക്കുമ്പോഴും ബയോളജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ സാമൂഹ്യപരമായിട്ടുള്ള ജെൻഡർ ബോധമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആണിനെയും പെണ്ണിനെയും മാത്രമേ നോക്കുന്നുള്ളൂ. അങ്ങനെയല്ലാത്ത വ്യത്യസ്തത, ജെൻഡറിൽ തന്നെ വളരെ വ്യത്യസ്തതയുണ്ട്, അല്ലെങ്കിൽ സെക്സിൽ തന്നെ, ബയോളജിക്കൽ സെക്സിൽ തന്നെ വളരെ വ്യത്യസ്തതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നോക്കുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ യുക്തിചിന്ത സ്ത്രീകൾക്ക് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്ന് വെച്ചാൽ ഈ സാമൂഹ്യ ക്രമം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് ഗുണങ്ങളുണ്ട്. ആർക്ക് ഗുണം ആണെന്നുള്ളത് കാരശ്ശേരി മാഷ് പറഞ്ഞ നേരത്തെ ആർത്തവത്തിൻ്റെ കാര്യം തന്നെ പറയാം. ആർത്തവത്തിൻ്റെ കാര്യം എടുത്താൽ മാഷ് പറഞ്ഞല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് മതപരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്, മതം എതിർക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനോട് ഒത്തുചേർന്ന് പോകുന്നു. പക്ഷേ സ്ത്രീകൾ എങ്ങനെയാണ് ഇത് ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ശരീരം അശുദ്ധമാണ് എന്ന് ഒരു സ്ത്രീ അങ്ങനെ വിചാരിക്കണമെങ്കിൽ അവിടെ യുക്തി ഇല്ലല്ലോ, അവിടെ യുക്തിചിന്ത വരുന്നതേ ഇല്ല. അങ്ങനെ വരുന്ന അത് ബയോളജിക്കലായൊരു കാര്യമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ബയോളജിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. ബയോളജിക്കലായിട്ട് യുക്തി വളരെ അതിജീവനത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ യുക്തി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും അത് ഉണ്ടാകും. പക്ഷേ ഈ സാമൂഹ്യക്രമം ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് സ്ത്രീകളെ ഒരൊറ്റ ഒരു ആട്ടിൻകൂട്ടം പോലെ ഒരു കൂട്ടമാക്കി വെച്ച് കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ചില അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അവരെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്ത്രീകളും അത് എന്തുകൊണ്ടാണ് പിന്തുടരുന്നതെന്ന് ചോദിച്ചാൽ ഈ ഭൗതിക സാഹചര്യം. ഇപ്പോൾ സ്ത്രീകൾ കുറച്ച് കൂടുതലായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇപ്പോൾ വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ മതപരമായിട്ടുള്ള ആചാരങ്ങളോ ഒക്കെ സ്ത്രീകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് ആ തരത്തിൽ സ്ത്രീകളെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നുകൊണ്ടാണ്. അങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നീ പറഞ്ഞ പോലെ വോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് വീണ്ടും മാഷ് പറഞ്ഞതുപോലെ 140 അംഗങ്ങളുള്ള നിയമസഭയിൽ എങ്ങനെയാണ് പകുതി പോയിട്ട് 10% താഴെ സ്ത്രീകൾ ഇരിക്കുന്നത്? സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ മതിയല്ലോ. 52% സ്ത്രീകൾ മാത്രം വിചാരിച്ചാൽ തന്നെ അങ്ങനെ പറ്റില്ല. അത് ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം തമ്മിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന കാര്യമാണ്. അപ്പം അത് ബയോളജിയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടൊന്നും അല്ല. അത് സമൂഹത്തിൽ അങ്ങനെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ, ആളുകളെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ ഭരിക്കുന്നവർക്കും അല്ലെങ്കിൽ അധികാരമുള്ളവർക്കും അത് വളരെ സൗകര്യപ്രദമാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്, അങ്ങനെ പോകുന്നതെന്നുള്ളത്. അത് തന്നെ സ്ത്രീകൾ എല്ലാ സമയം പറഞ്ഞോളൂ കേട്ടോ, എല്ലാ സ്ത്രീകളും ഒരുപോലെയാണിത് ഫോളോ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ ഇടയിൽ തന്നെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിന് അത് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്, അല്ല അവർക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? വീണ്ടും അവർക്ക് ഭൗതിക സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം 24 മണിക്കൂറും വീട്ടിലെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു സ്ത്രീ, കുട്ടികളുണ്ടായി, 3-4 കുട്ടികളുണ്ടായി, അവരെ വേറെ ആരും നോക്കാൻ ഷെയർ ചെയ്യുന്നില്ല. ഇപ്പം തുല്യമായിട്ട് എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോഴും അത് ചെയ്യുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു ഗതികേടിൽ പെടുകയാണ്. ആ ഒരു ഭൗതിക സാഹചര്യം ഇല്ലാത്തത് കൊണ്ടുള്ള ഗതികേടിൽ പെടുന്ന ഒരു സ്ത്രീ അവർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഡെയിലി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാകെയുള്ള ഒരു അത്താണി എന്ന് പറയുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്ന ഒരു പക്ഷേ ഈ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങളായിരിക്കും. അത് ചരട് ജപിച്ച് കെട്ടുന്നതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പോയിട്ടൊരു വഴിപാട് നടത്തുന്നതായിക്കൊള്ളട്ടെ, അതൊക്കെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് അവർക്ക് മാറി ചിന്തിക്കണമെങ്കിൽ അതിനുള്ള ഭൗതിക സാഹചര്യം കൂടി ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ച് അതുകൊണ്ടാണ് എനിക്ക് അത് ഈ യുക്തിയുടെ മാത്രം ഒരു വിഷയമായിട്ട് നമുക്കതിനെ ചുരുക്കാൻ പറ്റില്ല. അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പിന്നെ ഈ
കക്ഷി രാഷ്ട്രീയമോ ഓരോരോ പാർട്ടിയെക്കുറിച്ചോ അത്ര രാഷ്ട്രീയമല്ല പറയുന്നത്. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ്റെ ബയോളജിക്കൽ ആയിക്കൊള്ളട്ടെ, ബയോളജിക്കലായിട്ട് ഒരു ജീവി, മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾക്ക് അന്തസ്സുണ്ട്, സ്ത്രീകൾക്ക് ആ ഒരു അന്തസ്സുണ്ട്. ആ അന്തസ്സിനെ തിരിച്ചറിയുന്നതാണ് രാഷ്ട്രീയം. നമ്മളെ ഒരാൾ ചവിട്ടിത്തൊക്കെ ഇപ്പം നിങ്ങളെ മാറ്റി നിർത്തുകയാണ്. ഇപ്പം അയിത്തം പറഞ്ഞ് എവിടുന്നെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് ഇപ്പം ഈ ആചാരങ്ങളിൽ മാത്രമല്ല, നമ്മുടെ മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരെ. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയുടെ കാര്യം പറഞ്ഞത്. മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു ഇല്ലേ? അത് അന്ധവിശ്വാസത്തിൻ്റെ മാത്രമൊരു പ്രശ്നമല്ല. എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിന്, അവരെ യുക്തിയില്ലാത്തവരാക്കി മാറ്റുന്നതിന് കണ്ടീഷൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ കണ്ടീഷൻ ചെയ്യുന്നത് രാഷ്ട്രീയമാണ്. അതിൽ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള കൂട്ടുകെട്ട് ഇപ്പം നന്നായിട്ടുണ്ട് എന്നുള്ളതും ആ രീതിയിലാണ് നമ്മളതിനെ തിരിച്ചറിയേണ്ടത്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ഓരോ സ്ത്രീയും അറിയുക എന്നുള്ളത് മാത്രമേ അതിന് വഴിയുള്ളൂ. അതിന് വേറെ വഴിയൊന്നുമില്ല, എളുപ്പ വഴിയൊന്നുമില്ല. അപ്പൊ അതിന് ജൈവികപരമായ യാതൊരു കാരണങ്ങളും ഇല്ലെന്ന് തന്നെയാണ്. ജൈവികമായിട്ട് ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജൈവികമായിട്ട് ജീവികൾക്ക്, മനുഷ്യജീവിക്ക്, മറ്റു ജീവികൾക്കല്ല, മനുഷ്യജീവിക്ക് യുക്തി അതിജീവനത്തിൻ്റെ ഒരു ഉപാധിയാണ്. അതില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സാമൂഹ്യമായിട്ടുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറുന്നൊരു കാര്യമാണ്. അതെൻ്റെ വ്യത്യാസം. ബയോളജി അങ്ങനെ എളുപ്പത്തിൽ മാറില്ല. സാമൂഹ്യക്രമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്ന കുടുംബ രീതികളായിരിക്കത്തില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ പിന്നെ ഗോത്ര സമൂഹങ്ങളായിരിക്കും, അല്ലെങ്കിൽ പിന്നീട് വന്ന സോഷ്യോളജിസ്റ്റാണല്ലോ അറിയാം, അല്ലെങ്കിൽ പിന്നെ കൂട്ടുകുടുംബങ്ങൾ, അണുകുടുംബങ്ങൾ, ഇങ്ങനെ പലതരത്തിലത് മാറി വരുന്നുണ്ട്, പെട്ടെന്ന് മാറി വരുന്നതാണ്. പക്ഷെ ബയോളജി അങ്ങനെ മാറുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ മാറി വരുന്ന സാമൂഹ്യക്രമങ്ങളിൽ സാമൂഹ്യമായിട്ട് സ്ത്രീകളെ അടിച്ചമർത്തി വയ്ക്കുന്നത് കൊണ്ട് അധികാരികൾക്ക് ഗുണമുള്ളത് കൊണ്ട് വന്നാണ്. അതുകൊണ്ട് തന്നെ ബയോളജി അത് സ്വാധീനിക്കുന്നുണ്ട്. ബയോളജിക്കലായിട്ടുള്ള പഠനങ്ങളെ അത് സ്വാധീനിക്കുന്നുണ്ട്. സ്ത്രീകളുടെ അന്ധവിശ്വാസത്തിൻ്റെ ഒരു കാരണം പരാശ്രയം, ഡിപ്പെൻഡൻസിയാണ്, ആശ്രയം. അപ്പോൾ ആശ്രയത്തിൽ ഏറ്റവും കൂടുതൽ വരിക സാമ്പത്തികമാണ്. ഞാൻ നോക്കിയതിനകത്തും സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഒരു സ്ത്രീയെ സ്വതന്ത്രയാക്കുന്നത്. സാമ്പത്തിക പരാധീനത അല്ലെങ്കിൽ ആ ആശ്രയത്വം. അപ്പോൾ സാമ്പത്തികം എന്ന ഘടകം, അല്ലെങ്കിൽ സാമ്പത്തില്ലാത്തത് കൊണ്ട് സ്ത്രീക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ള, അപ്പോൾ ആ സാമ്പത്തികം എന്ന ഘടകമാണോ ഇനി സ്ത്രീയെ മതവിശ്വാസിയാക്കി മാറ്റുന്നത്? അപ്പോൾ നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർ തന്നെ അതിനൊരു ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നാമത്, യുക്തിഭദ്രമായി സ്ത്രീകൾ പുരുഷനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസിയാണ് എന്നുള്ള ഒരു പഠനവും നമ്മുടെ നിലവിലില്ല. പക്ഷേ അമ്പലങ്ങളിലും പള്ളികളിലും പോകുമ്പോഴെല്ലാം കാണപ്പെടുന്ന ആൾക്കൂട്ടങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. അത് വെച്ചിട്ട് നമുക്കൊരിക്കലും ശാസ്ത്രീയമായി സ്ത്രീകൾ അന്ധവിശ്വാസികളെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ഇത്തരം വിശ്വാസങ്ങളെ സ്ത്രീകളും പുരുഷന്മാരും വെച്ചിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് സ്ത്രീകൾ കൂടുതലുണ്ട് എന്ന് പറയുന്ന പഠനങ്ങളില്ല. രണ്ടാമത്, നമ്മൾ ഈ കാണുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ ചാർവാക വേദിയിൽ എത്ര സ്ത്രീകൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും വരാതിരുന്നിട്ടാണോ എന്ന് വെച്ചാൽ വരാതിരുന്നിട്ടായിരിക്കാം. അതിന് കാരണം എന്തുകൊണ്ടാ വെച്ചാൽ, എനിക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടീനെ കൊണ്ട് എനിക്കിവിടെ വന്ന കുട്ടീനെ വെക്കാനുള്ള എന്ത് സൗകര്യമാണ്, എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മുടെ നിലവിലുള്ള സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴും കുട്ടി സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് കുട്ടി സ്ത്രീയുടെ മാത്രം ഉത്തരവാദിത്വം എന്നല്ല പറയുന്നത്. കുട്ടി സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഗർഭിണിയാവുകയും പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള റോൾ ഉള്ള സമയത്ത് അത് വെച്ചാണ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം നോക്കുക, ഈ ഹോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും. നമ്മുടെ കാഴ്ച വളരെ പ്രധാനമാണ്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ചെയറുകൾ ആളുകൾക്ക് ഏകദേശമുള്ള ശരാശരി ഹൈറ്റ് ആൻഡ് വെയിറ്റ് നോക്കിയിട്ടാണ് ചെയർ ഉണ്ടാക്കുന്നത്. ഇവിടെ നിങ്ങൾ നിലത്ത് ഒരു 5 വയസ്സുള്ള കുട്ടികൾ ഇരിക്കേണ്ട ക്ലാസ് റൂമിന്റെ ചെയർ അല്ല 10 വയസ്സോ 20 വയസ്സോ ക്ലാസ് റൂമിലൊക്കെ വരുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് ടാർഗറ്റ് എന്ന് വെച്ചിട്ടാണ്. അപ്പൊ ഇവിടെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ വികസന നയങ്ങളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഗർഭിണിയായ സ്ത്രീക്ക് ഞാൻ ചോദിക്കുന്നത്, അപ്പം ഞങ്ങളിപ്പോൾ പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന ഒരാളാണ്. ആ ബസ്സിൻ്റെ അകത്ത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഇരുന്നു പോകാൻ പറ്റുന്ന സംവിധാനമുള്ള എത്ര പ്രൈവറ്റ് ബസ് നമ്മുടെ നാട്ടിലുണ്ട്? ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ബസ്സിൽ പോകാൻ അല്ലെങ്കിൽ കയറാൻ പറ്റാത്ത രീതിയിൽ, നമ്മളറിയാം ഈ ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ലൈഡിങ് സാധനങ്ങൾ വെക്കാറുണ്ട്. വികസനത്തിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ അർത്ഥം. കാരണം അത്തരം ആളുകൾക്കും എന്ത് ചെയ്യുന്നു, എവിടെയാണെങ്കിലും പോകാൻ തുല്യത എന്ന് പറയുന്നതും
സമതയും സമത്വവും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സമതയിനകത്ത് എന്താ നീതിപൂർവമായ തുല്യതയുണ്ട്. ജെൻഡർ റോൾസിൻ്റെ അത് ഇപ്പം നിങ്ങൾ ചിന്തകളിലോ സാമൂഹ്യ ക്രമത്തിലോ യുക്തിചിന്തയിലോ വ്യത്യാസമില്ലെങ്കിലും ജെൻഡർ റോൾസിൽ, സെക്ഷൽ റോൾസിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് ഡിഫറൻഷ്യലേബിൾഡ് ആയിട്ട് ആളുകൾക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ സ്ലൈഡിംഗ് ആയ സാധനം വെച്ചു കൊടുക്കുന്നത് ആ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഇതേപോലെ ഒരു ഗർഭിണിയാകുകയും പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അതില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എനിക്ക് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അല്ലാതാവാം എന്ന് പറഞ്ഞാലും അത് എൻ്റെ ചോയ്സാണ്, എനിക്ക് എൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കേണ്ടത്. അത് കൊടുക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഹഡിൽസ് ഇപ്പം കുട്ടിയുടെ ഉത്തരവാദിത്തമാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ കാണേണ്ട ഒരു സാമൂഹ്യ ക്രമമുണ്ട്. സാമൂഹികത്തിൽ കേരളത്തിലെ വേജസിൻ്റെ അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന വേജും പുരുഷന് ലഭിക്കുന്ന വേജും തമ്മിൽ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും ഇപ്പോൾ റെഗുലർ സാലറി എംപ്ലോയ്മെൻ്റ് ആണെങ്കിലും മറ്റേതൊരു ജോലിയാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് കിട്ടുന്ന വേതനം എന്ന് പറയുന്ന പുരുഷനേക്കാളും കുറവാണ്. അത് സ്ത്രീക്ക് കേപ്പബിലിറ്റി കുറഞ്ഞിട്ടല്ല. നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് പഠിക്കുന്നതും വർക്ക് ചെയ്യുന്നതും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളെ ഞങ്ങളൊക്കെ ക്യാമ്പസുകൾ കാണുകയാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, ഇവർ ജോലി സ്ഥലത്തേക്ക് വരുന്നില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരേ ഒരു സാധനം മാത്രമല്ല, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചർ വലിയ ഘടകമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാഴ്ചകൾ ഉണ്ടാവണം എന്നുള്ളത്. ഇപ്പൊ കേരളത്തിൽ സ്കൂളുകളിൽ എൻറോൾമെന്റ് കൂടിയിട്ടുണ്ട്. നമ്മുടെ കാഴ്ചകളുടെ ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ നിലനിൽക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു മെയിൽ ഡോമിനന്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അത് സ്ത്രീകൾ എടുക്കുന്നതുകൊണ്ട് സ്ത്രീപക്ഷ ആയിക്കൊള്ളെന്ന് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ള സ്ത്രീകളെ മനസ്സിലാക്കുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജെൻഡർ, ഇപ്പം സ്ത്രീകൾ മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെ മനസ്സിലാക്കുന്ന അത്തരം സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അവിടെ വരേണ്ട ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരും. അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു സാധനം കേൾക്കുക. അപ്പം നർച്ചർ ആൻഡ് നാച്ചർ എന്ന് പറയുന്ന സാധനം രണ്ടും ഉണ്ട്, രണ്ട് വ്യത്യാസം. ഈ മനുഷ്യരും ഈ പറയുന്ന കുരങ്ങന്മാരും തമ്മിൽ തന്നെ നമ്മുടെ വളരെ 99.9% തുല്യമാണ്. ആളെ വളരെ ചെറിയ വ്യത്യാസമാണ് അതിൽ പോലും ഉള്ളത്. അപ്പൊ ഈ ശരിക്കും സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ഇന്റർസെക്ഷനാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ആയ സോഷ്യൽ ക്ലാസ്സിൽ മറ്റൊരു വിഭാഗത്തിലുള്ള ഒരു സ്ത്രീയും അതേസമയം ദളിത് സമുദായത്തിൽ വന്നിരിക്കുന്ന സ്ത്രീക്കും കിട്ടുന്ന നർച്ചറിങ് വളരെ വ്യത്യാസമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ ഔട്ട്കം ഉണ്ടാവുക. വയനാട്ടിൽ വളരെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ചെടി കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബയോളജിക്കലി പ്രശ്നമല്ല, പക്ഷെ അതിലുണ്ടാകുന്ന പൂവിന് വ്യത്യാസമുണ്ട്. അവിടെ കാണുന്ന മനോഹരമായ ചുവന്ന കളറോ വലുപ്പമൊന്നും ഇവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഈ നർച്ചറിന്റെ അകത്ത് ഈ പറയുന്ന സംവിധാനത്തിന്റെ അകത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, പല അവസരങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ വായിക്കാനുള്ള സമയം, നമ്മൾ സമയദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. സമയദാരിദ്ര്യം, ടൈം പോവർട്ടി. നമ്മളിപ്പോൾ ടൈം യൂട്ടിലൈസേഷൻ സർവേ കണക്കുകൾ പ്രകാരം ജോലിക്ക് സ്ത്രീകൾ പോകുന്നില്ല, ഇത്തരം പരിപാടികൾക്ക് സ്ത്രീകൾ പോകുന്നില്ല. പക്ഷെ അവരുടെ ടൈം എടുക്കുന്ന സമയത്ത് പുരുഷനേക്കാൾ എത്രയോ മടങ്ങ് 12 വർഷം, ഒരു ആയുസിന്റെ അകത്ത് 12 വർഷം കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ വർക്ക് ടൈം ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ ആർ നോട്ട് ഹാവിങ് ഇൻകം. അവർക്ക് വരുമാനമില്ല. കാരണം അവർ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ വെൽഫെയർ ഉയർത്തുന്ന വർക്കാണ്. അതിന്റെ വർക്കിനെ തിരിച്ചറിയുകയും അതിനെ കാണുകയും ചെയ്യുക എന്നുള്ളത് പ്രധാന ഘടകമാണ്. നമ്മളിപ്പോൾ കാണുന്ന എങ്ങനെയാണ്, വളരെ കൃത്യമായും മുതലാളിത്തത്തിന്റെ കാഴ്ചയിലൂടെ മാർക്കറ്റിലുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉൽപ്പന്നമായി കാണുന്നുള്ളൂ. അതല്ലാത്ത ഉൽപ്പന്നങ്ങളെ നമ്മൾ കാണുന്നേ ഇല്ല. ഇപ്പൊ ഒരു കൗൺസിലർ എടുത്ത് പോയിട്ട് നിങ്ങൾ അരമണിക്കൂർ സംസാരിച്ച് 1000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേ കൗൺസിലിംഗ് ഇപ്പുറത്ത് നടത്തുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഉൽപ്പന്നമായി കാണുന്നില്ല. ഫുഡ് നിങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുകയാണ്, ഒരു ചോറിന് നിങ്ങൾ 100 150 കൊടുക്കുന്ന അതേ ചോറ് വീട്ടിൻ്റെ അകത്ത് 10 രൂപയുടെ അരിയും പച്ചക്കറിയും വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചെലവിന് മാത്രമാണ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ നമ്മൾ കാണുന്നത്. ആക്ച്വലി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 200-250 രൂപയുടെ ഉൽപ്പന്നം എന്ത് വീട്ടിൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദനം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്ന പ്രക്രിയയിൽ ഉണ്ടാകുന്നത്. ഇതിലൊക്കെ തന്നെ ഇൻവോൾവ് ചെയ്യുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഇവരുടെ യഥാർത്ഥ പ്രശ്നം, എന്തുകൊണ്ടാണ് വരാത്തതെന്ന് കാണണം. അപ്പൊ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ, അത് ഞാൻ പറഞ്ഞു പണ്ട് CV രവിചന്ദ്രന്റെ ഒരു സാധനം ഈ വെസ്റ്റ് ഹില്ലിൽ വെച്ചൊരു പരിപാടി നടത്തിയിരുന്നു. അവിടെ അവർ എഴുതിയിട്ടാണ് എന്താണ് യുക്തിവാദിയുടെ ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടെ ആദ്യം ചോദിച്ച സാധനം, ഇത് യുക്തിഭദ്രമല്ല, നിങ്ങളോട് ആര് പറഞ്ഞു യുക്തിവാദി പുരുഷനാണെന്ന്? ഞാൻ യുക്തിവാദിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പോയിരുന്ന ഒരിടത്ത് നിന്ന് അമ്പലത്തിന്റെ അകത്ത് പോയിട്ട് പുറത്ത് നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ അകത്ത് കയറ്റിയിട്ടിട്ട് അതിനകത്ത് ഫൈറ്റ് ചെയ്താൽ നമുക്ക് പറയാൻ പോലും പറ്റില്ല. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ച് ഔട്ടർ വേൾഡ് ഉണ്ട്. ഔട്ടർ വേൾഡിൽ കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയും വികസിക്കുകയും ചെയ്യുക. വിദ്യാഭ്യാസം എന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷനിലെ സാധ്യതകൾ ആർക്കാണ് ഉണ്ടാവുന്നത്, അവർക്കാണ് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ ഉപയോഗിക്കാനും ചിന്തിക്കാനും തർക്കിക്കാനും ഒക്കെ പറ്റുക. സ്വാഭാവികമായും സ്ത്രീനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അത്തരം സാധ്യതകൾ നമ്മുടെ ഡെവലപ്മെന്റിന്റെ അകത്ത് പലപ്പോഴും ഇല്ല, നമ്മുടെ കാഴ്ചകളിലില്ല, വീട്ടിലില്ല. ഇതൊന്നും ജനറ്റിക് എന്ന് പറയുന്ന സാധനമല്ല. നമ്മുടെ കാഴ്ചകളിലെ ഇൻഫ്രാസ്ട്രക്ചറില്, വികസനത്തില്, സാമ്പത്തികമായ തരത്തിലേക്ക് ഇത്തരം യൂസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മാത്രമേ എന്താണ് യഥാർത്ഥ പ്രശ്നം നമ്മൾ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ
അങ്ങനെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നമ്മളിപ്പം ഇപ്പം പുരുഷന്മാര് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയാം, ഈ പറയുന്ന രീതിയിൽ എഫ്സ്റ്റീൻ ഫയൽസിന്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് കുട്ടികളെ ചോര കുടിച്ചതിൽ പുരുഷനുണ്ടാവും സ്ത്രീ ഉണ്ടാവും. അതൊരു അന്ധവിശ്വാസമല്ലേ? ആക്ച്വലി അതിൽ സയന്റിഫിക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റൊരു തരത്തിലേക്ക്, ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പോലും വരാത്ത രീതിയിലേക്ക് ടോർച്ചർ ചെയ്യുകയും അതിന്റെ രക്തം കുടിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം വർദ്ധിപ്പിക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന വലിയൊരു വ്യവസായം, ബ്യൂട്ടി ഇൻഡസ്ട്രി അവിടെ വർക്ക് ചെയ്തതിൻ്റെ അകത്ത് മെയിനായിട്ട് നിന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇതിനെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാമെന്ന് ചോർച്ച ചെയ്യുക. നിങ്ങളൊരു ഈ വർഗീയ കലാപം ഉണ്ടാകുന്ന സമയത്ത് വെട്ടൊന്ന് കണ്ടൻ രണ്ട് എന്ന് പറഞ്ഞ് ഓടിയിട്ട് ചാടിയിട്ട് കൊല്ലാൻ പോകുന്നതിനകത്ത് ഒരു യുക്തിയും ഇല്ലാതെ ഓടിച്ചാടി കൊല്ലാൻ പോകുന്നതിനകത്ത് ഒരൊറ്റ സ്ത്രീകളെ നിങ്ങൾ കാണില്ല. ഇപ്പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരൊന്ന് പറയുന്നുണ്ടാവും, പക്ഷെ ഒന്നും പറഞ്ഞ് കേൾക്കാതെ ഒരു യുക്തിയും ഇല്ലാതെ തൊട്ടടുത്ത് നിന്നിട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട് ഇയാൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു മതമാണ്, മറ്റൊരു വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് കൊല്ലുകയും ജീവിതകാലം മുഴുവൻ ഇതിന്റെ പേരിൽ എന്ത് ചെയ്യുക, ജയിലിൽ കിടക്കുകയും. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഈ പറയുന്ന ഒരു സാധനം ചെയ്യുന്നത്? കാരണം ഒരുപാട് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ യുക്തിഭദ്രമായി ചിന്തിക്കുകയാണ്, എന്താണ്, ഞാനിപ്പോൾ ഒരാളെ കൊല ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ പോവുകയും ചെയ്ത് ഇയാളെ കൊല്ലുകയും ചെയ്ത് എന്നിട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കണം. ഈ പറയുന്ന സാധനത്തൊന്നും ഒരു യുക്തിഭദ്രമായി അല്ലാണ്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ആക്ച്വലി വിശ്വസിക്കുകയാണ് എന്ത്, ഇയാൾ പോയി കഴിഞ്ഞാൽ ഏകമാനമായ ഒരു ചിന്ത മാത്രമാണ് ഉണ്ടാകുന്നത്. നമ്മൾ ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതയാണ് ശാസ്ത്രത്തിന്റെ പ്രത്യേകത. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയണം. ഈ വിശ്വാസം ഇത് തന്നെയാണ് ശരിയെന്നല്ല, ഒരു ശരിയിൽ നിന്ന് ഉയർന്ന ശരിയിലേക്ക് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ലാണ്ട് എന്ത് ചെയ്യുന്നു, ഈ മൈക്ക് കണ്ട ഇത് ദൈവമാണ് എന്ന് ഒരാൾ പറയുകയാണ്, അതാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ അകത്ത് ഈ സ്ത്രീ പുരുഷ വ്യത്യാസം വളരെ സയന്റിഫിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു യുക്തിൻ്റെ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ നേരത്തെ ജയശ്രീ പറഞ്ഞതുപോലെ പുറത്തു പോകാനുള്ള നമുക്ക് മറ്റെവിടെയും വെച്ചാൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ അകത്ത് എന്ത് ചെയ്യുന്ന റെസിലിയൻസ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്ന ആ സിസ്റ്റത്തിന്റെ അകത്ത് എന്തെങ്കിലും ഒരു ഔട്ടർ സാധനം എന്ന് പറഞ്ഞാൽ ആരും പ്രശ്നം ഉണ്ടാക്കാതെ രീതി പോകാൻ പറ്റുന്ന ഒരിടം എവിടെയായിരിക്കും, അമ്പലത്തിലേക്കായിരിക്കും പോകാൻ പറ്റുക. അവിടെ ചെന്നിട്ട് വേടാ മോനെ സുന്ദര കുട്ടപ്പി എന്ന് പറഞ്ഞത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കിട്ടുമ്പോൾ ഇപ്പുറത്തെ ഒരാളുടെ അടുത്ത് പോയി ഉമ്മ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും. അതിനേക്കാൾ കുറച്ചുകൂടി യുക്തിഭദ്രമായി പോകാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്, ഇവിടെയാണെന്നുള്ളത് കൊണ്ടായിരിക്കാൻ ചിലർ പോകുന്നുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ അകത്ത് യുക്തിയെ നമ്മൾ കാണുക എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന രീതിയിലേക്ക് ചിലപ്പോൾ അല്ലാത്ത ആൾക്കാർ, ഇപ്പം ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് എന്ത് ചെയ്യും, വളരെ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ ഒരു ഇടം പോലും ഇല്ലാന്നേ. മറ്റിടത്തൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരവിടെ വേറൊരു ഗ്രൂപ്പ്, അവിടെ പ്രാർത്ഥന സാധനം, ഇതിനത് മാറി നിൽക്കുന്ന ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ്. പക്ഷെ അതേസമയം പുരുഷനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു, അങ്ങനെ നിന്ന് കഴിഞ്ഞാലും പറയാം അവൻ പുരുഷനാണ്, ഈ പറയുന്ന ഒരു പ്രിവിലേജ് ഭയങ്കര. അപ്പം എന്ത് ചെയ്യുന്നു, ഇഷ്ടമില്ലെങ്കിൽ പോലും ഇതിന്റെ ഭാഗമായി മാറുകയും അതിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ ഇന്റേണലായിട്ട് നിരന്തരമായി കോൺഫ്ലിക്ട്സ് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ ഇക്കണോമിക്സ് ഇതിനകത്ത് വളരെ ഘടകം തന്നെയാണ്. ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് വളരെ ഘടകമാണ്, ഇൻഫ്രാസ്ട്രക്ചർ കാഴ്ചകൾ വളരെ ഘടകമാണ്. നമ്മൾ ഓരോ സാധനം നിർമ്മിക്കുമ്പം അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്ന ഒരു സാധനം ആർക്ക് വേണ്ടിയാണ്, ആരെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, അത് വളരെ ഘടകമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഷെഡ്യൂൾ ട്രൈബ് ഏരിയയിലൊക്കെ നമ്മൾ ആദിവാസി മേഖലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ സ്ഥലം അവർക്ക് സ്വന്തമായിട്ട് സ്വകാര്യ സ്വത്ത് എല്ലാവരുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി എല്ലാവർക്കും വേണ്ടതാണ്. അവരുടെ സ്ഥലത്തെ വളരെ ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് കാരണം എന്തുകൊണ്ടാ വെച്ചാൽ അവർ മണി ഇൻസെൻസിറ്റീവ് ആണ്. കാരണം എന്തുകൊണ്ടാ, അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അവർ അതിനപ്പുറത്തേക്ക് മറ്റു പല കാര്യങ്ങൾക്കും സാധനങ്ങൾക്കുമാണ് മൂല്യം കൊടുക്കുന്നത്. അതൊരു സിസ്റ്റം, ഓരോ സിസ്റ്റത്തിൻ്റെ അകത്ത് കൾച്ചറലായിട്ട് ആ സമൂഹം എങ്ങനെയാണോ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ധാർമ്മികത, മൂല്യം, മറ്റേത് മറിച്ചതൊക്കെ പറയുന്ന ഒരു ലോകത്തെ വളരെ കൃത്യമായി തോക്കും വെടിയും ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മുതലാളിത്തത്തിന് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കീഴടക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ എവിടെയാണോ പണമാണ് പവറെങ്കിൽ പണമുള്ളവനാണ് സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ എടുക്കുക. അഡ്വർടൈസ്മെന്റ് കമ്പനികളാണെങ്കിലും മറ്റു സാധനങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി വലിയ വലിയ ഫ്ലാറ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലാറ്റുകളൊന്നും നിർമ്മിക്കുന്ന ആർക്കിടെക്ട്സ് ആരല്ല, സ്ത്രീകളല്ല. ആ ഫ്ലാറ്റിലൊന്നും താമസിക്കുന്ന ഓണേഴ്സും സ്ത്രീകളല്ല. പക്ഷെ ആ ഫ്ലാറ്റിൽ നിന്നും പലതിലും 13-ാം നമ്പർ റൂമില്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ അത് ഈ പറയുന്ന അവിടുത്തെ സ്ത്രീകൾ തീരുമാനിച്ചിട്ടല്ല അവിടെ വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സൊസൈറ്റിക്ക് അകത്തുള്ളിലുള്ള ഒരു സാധനത്തെ വിസിബിൾ ആയിട്ട് ചില ഇടങ്ങളിൽ പോകുന്നുണ്ട്. അപ്പൊ പർദ്ദയിട്ട് ചില സ്ത്രീകൾ പോകുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ഞാൻ സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സാധനം എന്താ വെച്ചാൽ അത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ചിലപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലായിരിക്കും. അപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആ പെണ്ണെവിടെയാ പോയി ആരെ കൂടെ പോയി എന്നൊക്കെ തിരിച്ചറിയാണ്ടിരിക്കാൻ കുറച്ചുകൂടി നല്ല സുഖമായിരിക്കും. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത് ഇട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൊട്ടക്ഷനും കിട്ടും. അവർ ഭയങ്കര വർക്കത്തുള്ള ആളാന്നുള്ളൊരു സാധനം കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചിലപ്പോൾ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ അകത്ത് യുക്തിഭദ്രമായി ചിന്തിക്കാൻ കഴിയുന്ന എടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കാം അത് എന്നുള്ളതാണ് നമ്മൾ അതിനെ കാണേണ്ടത്.
അപ്പോൾ സ്ത്രീകൾ പാട്രിയാർക്കി എന്ന് പറഞ്ഞ അധികാര വ്യവസ്ഥയിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂള് കൂടിയാണ് മതം എന്നുള്ളത്. കാരണം പുറത്ത് പോകാൻ കുറച്ചുകൂടെ മൊബിലിറ്റി ഉണ്ടാവുക. ഇപ്പം എൻ്റെ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ചേച്ചിക്ക് വിശ്വാസമൊന്നുമില്ല, പക്ഷേ അമ്പലത്തിൽ പോകുന്നു, അതായത് മൂകാംബികയെ ചേച്ചി വർഷം തോറും പോകാറാണ്. അപ്പം മൂകാംബികയെ പോകുക എന്ന് പറഞ്ഞാൽ, ഞാൻ മൂകാംബികയെ പോകുന്നു എന്ന് പറഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ല, പൊക്കോളൂ. പക്ഷേ ഞാൻ ഗോവയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിലുള്ളവർക്കും ചുറ്റുമുള്ളവർക്കും പ്രശ്നമാണ്. അപ്പം എവിടെയും പോകാൻ പറ്റുന്ന ഇടം. കുറേ കഥകൾ അങ്ങനെ സ്ത്രീപക്ഷപരമായി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വല്യമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഇത് എന്തിനാണ് ഇന്ന് പള്ളിയിൽ പോകുന്നത്? ഞാൻ പിന്നെ ഈ തയ്ച്ചു വെച്ചിരിക്കുന്ന ചട്ടയും മുണ്ടുമൊക്കെ എന്ത് ചെയ്യും മോളെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം കുറച്ചും കൂടി സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ ഇടം, പൊതുസമ്മതി കിട്ടുന്നത്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ അധികം വരാത്ത ഒരിടം അമ്പലങ്ങളാണ്, പള്ളികളാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ വിശ്വാസം കൊടുത്ത് മുറുകെ പിടിക്കുന്നത്. എന്തൊരു വിഷയമാണ് മാം പറഞ്ഞത്. മാത്രം ഞാൻ പറയുന്നില്ല, അതൊരു ഭാഗം. പോവർട്ടി ആൻഡ് സൂപ്പർസ്റ്റിഷൻ ആർ ഇന്റർ റിലേറ്റഡ്. അത് രണ്ടും വളരെ കണക്റ്റഡ് ആണ്. ദരിദ്രരായ മനുഷ്യർ എന്ത് ചെയ്യുന്നതാണ്, അവർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി, ദാരിദ്ര്യം, ഈ വിശ്വാസം എന്ന മതം എന്ന് പറയുന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നത്, അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി അതിലേക്ക് പോകും. ബഹുഭൂരിപക്ഷം ആളുകളും ഭയങ്കര ഭീകരമായ ക്രൈസിസിലൂടെ, നമ്മൾ ലോകത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ സ്ത്രീകളാണ്. ഇൻ ദ സെൻസിൽ മെയിൽ ഫീമെയിൽ നോക്കുകയാണെങ്കിൽ, പവർ ഇൻ ദ സെൻസിൽ അസറ്റ് ആണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ കയ്യിലാണ്, അവർക്ക് ഇല്ല. അതുകൊണ്ടാണല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൊണ്ട് നിർമ്മിക്കുക. അവർ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും, മറ്റേതൊക്കെ വീട്ടിൽ സ്വന്തം പോകുന്ന പറയുന്ന സാധനം കൊണ്ടാണ് നമ്മുടെ ഈ വിമൺ എംപവർമെന്റ് എന്ന് പറയുന്ന സാധനം ഇട്ടിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കൊണ്ടുവന്നത്. അപ്പം സ്ത്രീകൾ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ തരത്തിലും പൂജകളും സാധനങ്ങളും ഒക്കെ പോകുന്ന എവിടെയാണ്, നമ്മൾ കാണുന്ന സോഷ്യൽ ലാഡറിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കിട്ടുന്ന കാശ് മുഴുവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ആരാണോ അവരെ അടിച്ചമർത്തിയത്, ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ മൂല്യബോധം വളരെ കൃത്യമായി അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തികൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, തൊട്ടുകൂടായ്മ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന വലിച്ചെറിയല്ലേ ചെയ്യുക, ചന്ദനവും സാധനമൊക്കെ വലിച്ചെറിയ, തൊടാൻ പാടില്ല. അവിടേക്ക് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ആ സ്ഥലത്ത് പോലും പോകാൻ പറ്റാതിരുന്ന ഒരിടത്ത് പോയി നിന്നിട്ട് ഏറ്റവും കൂടുതൽ കാണിക്കയിടുന്നതും മറ്റു ചെയ്യുന്നതും ഒക്കെ തന്നെ ഇത്തരം ആളുകളെ കാണുന്നുണ്ട്. കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്ന ആശ്വാസം, ഏതെങ്കിലും ഒരു ലാഡറിലെങ്കിലും ഒരു ചെറിയൊരു നൂലഴയെങ്കിലും എന്ത് ചെയ്യാൻ താന്നി നിൽക്കാൻ, ഇന്നലെ ആശയപരമായോ അത്തരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ അങ്ങനെ വേണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സ്വന്തമായി നിൽക്കാൻ പറ്റില്ല. കാരണം മനുഷ്യർ ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ നോക്കണം. കാരണം ദാരിദ്ര്യത്തിന്റെ അളവ്, അവർക്ക് കിട്ടുന്ന സോഷ്യൽ എക്സ്പോഷർ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളിലും ഒക്കെ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ വെച്ചിട്ട് ആ തരത്തിലേക്ക് സ്ത്രീകൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ്ലി അന്ധവിശ്വാസികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം മതം ഒരു അധികാര വ്യവസ്ഥയാണ്, കുടുംബം മറ്റൊരു അധികാര വ്യവസ്ഥയാണ്. ഇതിനെ രണ്ടിനെയും നിയന്ത്രിക്കുന്നത് പാട്രിയാർക്കിക്കൽ സിസ്റ്റം തന്നെയാണ്. അപ്പം ആ മതം എന്ന് പറയുന്ന അധികാര വ്യവസ്ഥയോട് ഏറ്റവും കൂടുതൽ മല്ലിട്ടിരിക്കുന്ന ലിബി മാഡത്തിനോട് തന്നെയാണ് അതിൻ്റെ അനുഭവങ്ങൾ ചോദിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, എൻ്റെ സൗണ്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട് കേട്ടോ, തൊണ്ടവേദനയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ നേരത്തെ സംസാരിച്ച രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു, അന്ധവിശ്വാസത്തിന് അങ്ങനെ ലിംഗവ്യത്യാസമൊന്നും ഇല്ലെന്ന്. അന്ധവിശ്വാസം അങ്ങനെ ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സാധനമല്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കൃപാസനം ധ്യാന കേന്ദ്രത്തിലൊക്കെ ചെന്ന് നോക്കിയാൽ അന്ധവിശ്വാസി പൊട്ടികൾക്കൊപ്പം തന്നെ അന്ധവിശ്വാസി പൊട്ടന്മാരായ പുരുഷന്മാരെയും ഏകദേശം ഒരു 50:50 എന്ന നിലയിൽ തന്നെ സാക്ഷ്യം പറയുന്നവരെയൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സോ കോൾഡ് മതേതരത്വവും നമുക്ക് അവരിലൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. മകളുടെ വിവാഹം നടക്കാനായിട്ട് കൃപാസനം പത്രം ചമ്മന്തിയിലും ദോശയിലുമൊക്കെ അരച്ചു കൊടുത്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ വാർത്തയായ ഒരു ഭക്തയുണ്ടായിരുന്നു. അവരൊരു ഹിന്ദു സ്ത്രീ ആയിരുന്നല്ലോ. അതുപോലെ ഞങ്ങളുടെ ചേർത്തല കണിച്ചുകുളങ്ങര അമ്പലത്തിൽ 12 വെള്ളിയാഴ്ച സ്വയംവര പുഷ്പാഞ്ജലി വിവാഹ തടസ്സം മാറ്റാനായിട്ട് നടത്തുന്ന ചില ക്രിസ്ത്യാനികളെ എനിക്കറിയാം. അറബിക് മാന്ത്രികത്തിൻ്റെ പുറകെ പോകുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അന്ധവിശ്വാസത്തിലൊരു ജെൻഡർ ഈക്വാലിറ്റിയും മതേതരത്വവും ഉണ്ടെന്നാണ്. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്നാലും ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾക്ക് ലിംഗഭേദമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും സ്ത്രീകളിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ ഒരു പ്രത്യേകം ചർച്ച നടത്തപ്പെടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ ഇരയാക്കപ്പെടുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ അഭിചാര പീഡനങ്ങൾ, ബാധ ഒഴിപ്പിക്കൽ മുതൽ കന്യാസ്ത്രീ മഠങ്ങളിലെ
സ്ത്രീകളെയൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം ഒരു ജെൻഡേർഡ് വിക്ടിമൈസേഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ നിലവിലെ സാമൂഹ്യ ഘടനയും ഒരു സോഷ്യൽ കണ്ടീഷനിങ്ങും മൂലം സ്ത്രീകൾക്ക് യുക്തിപരമായി ചിന്തിക്കാൻ, പുരുഷന്മാരെക്കാൾ കൂടുതൽ യുക്തിപരമായി ചിന്തിക്കാനുള്ള അവസരം വളരെ കുറയുന്നു. അവരെ ഈ കുടുംബത്തിൻ്റെ ഭാരം അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് മൂലം അവർക്ക് കുടുംബത്തിൻ്റെ ഐശ്വര്യം അല്ലെങ്കിൽ കുട്ടികളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ നിലനിർത്തേണ്ടത് ഇവരാണ് എന്നുള്ളൊരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ കുടുംബവും സമൂഹവും ഒക്കെ അങ്ങനൊരു ചിന്ത അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് മൂലം ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയൊക്കെ കെണിയിൽ അവർ എത്തപ്പെടാറുണ്ട്. അതുകൂടാതെ പല അന്ധവിശ്വാസങ്ങളും സ്ത്രീകളുടെ അന്തസ്സിനെ വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്ന നരബലി, അതുപോലെ നരബലിയിലും ഉത്തരേന്ത്യയിൽ നടന്ന മന്ത്രവാദിനി കൊലപാതക കേസുകളിലുമെല്ലാം അതിൽ വിക്ടിമായിരിക്കുന്നതെല്ലാം സ്ത്രീകളാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അപ്പോൾ പുരുഷന്മാരെല്ലാം അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്നതും എല്ലാം സ്ത്രീകളാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടാകുന്നതെന്ന് നമുക്ക് യുക്തിപരമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അധികാരത്തിൻ്റെ പവറാണ്. അപ്പോൾ ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് പഠിക്കുമ്പോൾ അവരോട് പറയാറുള്ളത്, നിനക്ക് യുക്തിപരമായി ചിന്തിക്കാനുള്ള, ബുദ്ധിപരമായി ചിന്തിക്കാനുള്ള കഴിവില്ല, അപ്പോൾ അതുകൊണ്ട് നീ ആർട്സ് സബ്ജക്റ്റുകൾ എടുത്താൽ മതി, സയൻസ് അല്ലെങ്കിൽ മാത്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുപ്പിക്കുകയും വിദ്യാഭ്യാസം കൂടുതൽ ചെയ്യിക്കാനുള്ള അവസരമൊക്കെ നഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. പിന്നെ പുരുഷന്മാർക്ക് കിട്ടുന്നത് പോലെയുള്ള ഒരു സോഷ്യലൈസേഷൻ, പുറം ലോകവുമായിട്ടുള്ള ബന്ധം, അതൊക്കെ ഇതിൻ്റെ എല്ലാം അവസരം അവർക്ക് വളരെയധികം കുറയുകയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം എനിക്ക് പറയാനുള്ളത്, കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കന്യാസ്ത്രീകളേക്ക് അയക്കാറുണ്ടല്ലോ, പെൺകുട്ടികൾ കന്യാസ്ത്രീ ആകാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഒരു ദൈവവിളിയാണ്, അല്ലെങ്കിൽ ഇത് നിൻ്റെ ദൈവഹിതമാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികളെ അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ അവർക്ക് അത് സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ് ആ സമയത്തുണ്ടാവത്തില്ല. 15 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവർ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ദൈവവിളിപ്രകാരമാണ് പോകുന്നത് എന്നാണ് ഇവരോട് പറയുന്നത്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ സഭയുടെ അധികാരമെല്ലാം പുരോഹിത വർഗത്തിലാണ്. അപ്പോൾ ഇവർക്ക് അവിടെ ഒരു പീഡനങ്ങൾ നടന്നാലും, അവർ ചൂഷണം ചെയ്യപ്പെട്ടാലും ഇതൊന്നും ഇവർക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് സഭയുടെ അന്തസ്സിനെ ബാധിക്കും. അനുസരണ വ്രതം, ദാരിദ്ര്യവ്രതം, കന്യാവ്രതം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെ അവിടെ അടിച്ചമർത്തുകയാണ്. ഈ വ്രതങ്ങളൊന്നും പക്ഷേ പുരുഷന്മാർക്ക് ബാധകവും അല്ല. അവർക്ക് ഇങ്ങനെ ഇപ്പം മിണ്ടാമഠത്തിലെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ജയിലറ പോലെയാണത്. അവർക്കൊന്നും പുറത്തേക്ക് പോകാനോ പുറലോകവുമായിട്ട് ബന്ധപ്പെടാനോ ഉള്ള ഒരവസരവും ഇല്ല. ഞാൻ മിണ്ടാമഠത്തിലൊരു സിസ്റ്ററിനെ കാണാൻ വേണ്ടി പോയപ്പോഴത്തേക്കും അവരൊരു ജനലഴി, അതും ശരിക്കും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ജനലഴിയല്ല, ആ ജനലഴി കൂടെ മുട്ടിൽ നിന്നിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ ഫേസ് മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വീട്ടിലൊരു അടിയന്തരം നടന്നാലോ ആഘോഷം നടന്നാലോ ഒന്നും അവർക്ക് പോകാനായിട്ട് പറ്റത്തില്ല. വീട്ടിൽ നിന്ന് ആരെങ്കിലും കാണാൻ വന്നാൽ പോലും അവരുടെ ഫേസ് ഈ ജനലിൻ്റെ ഉള്ളിൽ കൂടി മാത്രമേ അവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ആ ജനലിൽ കൂടി മാത്രമാണ് എനിക്ക് അവരുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവർ പറയുന്നത്, ഇങ്ങനെയൊക്കെ സഹിച്ചാൽ ഇവർക്ക് വിശുദ്ധയാകാം. ഇപ്പം ഇതെന്തിനാണ് നിങ്ങളിങ്ങനെ സഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, ഇവരെ വിശുദ്ധയാക്കുമെന്ന്. ഇവർ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ വിശുദ്ധയാകുകയുള്ളൂ. അപ്പോഴും അതിൻ്റെ ഫലം അനുഭവിക്കുന്ന ആരാണ്? സഭയാണ്. ഇവരെ വിശുദ്ധയാക്കിയിട്ട് അതിൻ്റെ പേരിൽ പെരുന്നാൾ നടത്തുക, പൈസ പിരിക്കുക, ഇതെല്ലാമായിരിക്കും അവരുടെ പരിപാടികൾ. അപ്പം ഇവരിങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം സഹിക്കുകയാണെന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ദൈവവിളിയാണ്. അപ്പം ഇവരെന്താണ് ഇങ്ങനെ പുറത്തേക്ക് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, അത് ദൈവകോപം ഉണ്ടാവും, ശാപം ഉണ്ടാവും എന്നൊക്കെയാണ്. അപ്പം ഞാൻ ശബരിമലയിൽ പോകാനായിട്ട് ശ്രമിച്ചപ്പോഴും പിന്നെ ഞാൻ വിശ്വാസിയായിരുന്നില്ലല്ലോ. ഞാൻ കന്യാസ്ത്രീ മഠത്തിൽ പോയ സമയത്തും ഞാൻ വിശ്വാസിയായിരുന്നില്ല. പക്ഷെ ഞാൻ ശബരിമലയിൽ പോകാൻ ശ്രമിച്ച് പുറത്ത് വന്നപ്പോഴും, കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴും നമ്മുടെ വീട്ടുകാരുടെയും സമൂഹത്തിൻ്റെയും നാട്ടുകാരുടെയൊക്കെ പ്രതികരണം ഏകദേശം ഒരുപോലെയായിരുന്നു. കാരണം ഇവർ പറയുന്നത് സ്ത്രീ അശുദ്ധയാണ്, അപ്പം അതുകൊണ്ട്
ഇപ്പം ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന സ്ത്രീ അശുദ്ധയാണ്. നമ്മുടെ ഒരു സ്വാഭാവികമായ ജൈവപ്രക്രിയ മാത്രമാണ് ആർത്തവം. പക്ഷേ പുരുഷൻ്റെ സ്രവങ്ങൾക്കൊന്നും അശുദ്ധിയില്ല, സ്ത്രീകളുടെ സ്രവങ്ങൾക്ക് മാത്രമാണ് അശുദ്ധിയുള്ളത്. അപ്പോൾ അവിടെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നീ അശുദ്ധയാണ്, അല്ലെങ്കിൽ നിനക്ക് ദൈവകോപം ഉണ്ടാവും. ആചാരങ്ങൾ ലംഘിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്, ഒരു സമൂഹത്തെ മൊത്തം വെല്ലുവിളിക്കുന്നു. അപ്പം നിനക്ക് നിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മൊത്തം ഇത് പ്രശ്നങ്ങളുണ്ടാക്കും, ദൈവകോപം ഉണ്ടാകും, അയ്യപ്പ ശാപം ഉണ്ടാകും എന്നെല്ലാം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോഴത്തേക്കും അവരതിനൊന്നും നിൽക്കത്തില്ല. ഞാൻ വിശ്വാസിയല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേപോലെ തന്നെയാണ് നമ്മൾ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും ഇവർ നമ്മളോട് പറയുന്നത്, നീ അപവിത്രയാണ്, നിനക്ക് വിശുദ്ധിയില്ല, നീ വിശ്വാസിയല്ല, നീ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്തു പോകുന്നത് കൊണ്ട് നിനക്ക് ദൈവകോപം ഉണ്ടാവും, നിൻ്റെ വീട്ടുകാർക്ക് ദൈവകോപം ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞ് അവർ ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കാരണം തന്നെ പലർക്കും കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്ത് വന്നമെന്ന് തോന്നിയാൽ പോലും വിശ്വാസികളായ കന്യാസ്ത്രീമാർക്ക് ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് പറ്റുകയില്ല. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ സോഷ്യലായിട്ടുള്ള സാമൂഹ്യമായ ഒറ്റപ്പെടുത്തലാണ്. നമ്മുടെ കുടുംബത്തെയും നമ്മളെയും സമൂഹം ഒറ്റപ്പെടുത്തുന്നു. ഇപ്പം ഞാൻ ശബരിമലയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും ഇതേപോലെ തന്നെ ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തെയും എൻ്റെ വീട്ടുകാരെയും എന്നെയും ഒക്കെ ഒറ്റപ്പെടുത്തുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോഴും ഇതേ സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ വിശ്വാസികളായ സ്ത്രീകൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനും പ്രതികരിക്കാനും ഇത്തരം സാമൂഹ്യമായ ഒറ്റപ്പെടുത്തൽ കാരണം പറ്റാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റമുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മാത്രമല്ല, നമ്മുടെ യുക്തിവാദ സംഘടനയ്ക്കും വ്യത്യസ്ത സംഘടനയ്ക്കും ഒക്കെ ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിനേക്കാൾ ഉപരി പ്രവൃത്തിയിലാണ് കാര്യം. അപ്പം നമുക്ക് പിന്നെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം പോലെയുള്ള ബില്ലുകൾ കൊണ്ടുവരാനായിട്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനായിട്ട് വ്യത്യസ്ത സംഘടനകൾക്ക് യുക്തിവാദ സംഘടനകൾക്കൊക്കെ സാധിക്കും. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇതുപോലെയുള്ള സ്കൂൾ തലം മുതൽ തന്നെ കുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ എന്തുകൊണ്ട്, എങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശീലിപ്പിക്കണം. പിന്നെ എല്ലാ അന്ധവിശ്വാസങ്ങളും നിയമം മൂലം മാത്രമേ നമുക്ക് തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ അതിന് ശാസ്ത്രബോധമുള്ള ഒരു ജനത ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലെയുള്ള ഓൾട്ടർനേറ്റീവായ ഇടങ്ങൾ അത്യാവശ്യമാണ്. സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പറയാനും യുക്തിപരമായി ചർച്ച ചെയ്യാനും മതേതരമായിട്ടുള്ള ഒരു ഇടം ഉണ്ടാക്കുമ്പോൾ, ഇതുപോലെയുള്ള ഇടങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, വിശ്വാസങ്ങൾ സാമൂഹികപരമായി ഉരുത്തിരിഞ്ഞു വരുന്നതാണെന്നുള്ളതാണ് സത്യം. അതായത് മോണോഗമി എന്ന് പറയുന്ന സിസ്റ്റം വന്നത് പാട്രിയാർക്കൽ വ്യവസ്ഥയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വത്ത് തൻ്റെ മകന് തന്നെ കിട്ടുക എന്നുള്ള സിസ്റ്റം ഉറപ്പിക്കാൻ വേണ്ടി മോണോഗമി. അപ്പം അതിന് ബയോളജി, കാരണം കുട്ടി എന്നുള്ളത് സ്ത്രീക്ക് മാത്രം നിർവചിക്കാൻ പറ്റുന്ന ഒന്നാകെ പുരുഷൻ്റേതാണ് അതെന്ന് ഉറപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മോണോഗമി സ്ട്രിക്റ്റ് ആയിരിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ രാമായണത്തിലൂടെ ഒരു ഭാര്യ മാത്രം സ്വീകരിക്കുന്ന രാമൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന് തന്നെയാണ് മോണോഗമി സമൂഹത്തിലേക്ക് ഉറപ്പിക്കുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അധികാര വ്യവസ്ഥ, അല്ലെങ്കിൽ അധികാരം ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും കൊടുക്കുന്നത് സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് സ്ത്രീ പുരുഷ മുസ്ലിം മതപ്രകാരം നേരത്തെ കരശ്ശേരി മാഷ് പറഞ്ഞു, സ്വത്ത് സ്ത്രീക്ക് പകുതി മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം സ്വത്ത് എന്നുള്ളത് തന്നെയാണ് അധികാരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ആ സ്വത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ സ്ത്രീകളുടെ സ്വത്തിനു വേണ്ടി വാദിക്കുന്ന സഫിയ മാഡത്തിനെ സ്വത്ത് അല്ലെങ്കിൽ സമ്പത്ത് എത്രത്തോളം സ്ത്രീയുടെ അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ ഉറപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായും ഇവിടെ ഇവരിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ സമ്പത്ത്, എക്കണോമിക്സ്, അതൊരു നമ്മുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ മാതിരി നമുക്ക് ഒന്ന് പുറത്തു പോകണമെങ്കിൽ അമ്പലത്തിലേക്കാണ് അല്ലെങ്കിൽ പള്ളിയിലേക്കാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സിയാറത്തിനാണെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകാൻ അനുവാദം കിട്ടും. അതേസമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാൻ യുക്തിവാദ ക്ലാസ്സിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ ഈ പാട്രിയാർക്കി എപ്പോഴും സ്ത്രീയെയാണ്
ആ പാട്രിയാർക്കി ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് തന്നെ സ്ത്രീയെയാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ വിശ്വാസത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. കാരണം ദൈവമുണ്ട് എന്നുള്ളത് വിശ്വാസവും ഇപ്പോൾ ചാത്തൻ സേവ അല്ലെങ്കിൽ മറ്റേ നൂലുകെട്ട് ഇത് അന്ധവുമാണെന്നാണ് ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ അല്ലല്ലോ. വിശ്വാസം ഇപ്പം വിശ്വാസത്തിൻ്റെ എതിർ സൈഡ് ഏതാണ്? വിശ്വാസത്തിൻ്റെ എതിർ ഭാഗം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാവുന്ന ഒരു സത്യം. അതാണ് വിശ്വാസത്തിൻ്റെ എതിർ സൈഡ് അല്ലേ. ഇപ്പം നമുക്ക് ദൈവമുണ്ടെന്ന് നമ്മൾ അന്ധമായി വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവിൻ്റെ പുറത്താണ് നമ്മൾ ദൈവം എന്ന് വിശ്വസിക്കുന്നതെങ്കിൽ ഓക്കെ, ഇത് അന്ധവിശ്വാസമല്ല എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്ന എല്ലാ വിശ്വാസങ്ങളും അന്ധമാണ്. തെളിവില്ലാത്ത, നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റാത്ത എല്ലാം അന്ധമാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ഈ പുരുഷൻ സ്ത്രീയെ ഒരു ടൂളായിട്ട് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്നുള്ളതിന് ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കാന്തപുരം ഉസ്താദ് മുസ്ലിം സ്ത്രീകളുടെ വിവാഹപ്രായം 16 ആക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പം ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ ഇവരുടെ തന്നെ ഒരു എഡ്യൂക്കേഷനൊക്കെയുള്ള ഒരു സ്ഥലത്ത് ഇവർ മീറ്റിംഗ് കൂടിയിട്ട് ഇതിങ്ങനെ ഈ 16 വയസ്സ് എന്നുള്ള ആവശ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മീറ്റിംഗ് കൂടി ഇവർ വലിയ ഉസ്താക്കന്മാരെല്ലാം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പഴയതുപോലെയല്ല, സ്ത്രീകളൊന്നും ഈ രാത്രിയുള്ള ബഹള് കേൾക്കാൻ വരുന്നില്ല. സ്ത്രീകൾ ബഹള് കേൾക്കാൻ, രാത്രിയുള്ള മതപ്രസംഗം കേൾക്കാൻ വരുന്നില്ല. കാരണം പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്. വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ ഈ രാത്രി ബഹള് കേൾക്കാൻ വരാൻ മടിക്കുന്നു. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവർ ഇത് വരാൻ മടിക്കുന്നു എന്ന് പറയുമ്പം വിദ്യാഭ്യാസം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടുവാണെങ്കിൽ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊണ്ടുണ്ടാവുന്ന ബോധമുണ്ടാവില്ല. ശരിക്കും ഈ വിശ്വാസവും അന്ധവിശ്വാസവും എന്നൊക്കെ പറഞ്ഞാൽ ഈക്വൽ എഡ്യൂക്കേഷൻ കിട്ടുവാണെങ്കിൽ നമ്മളും സ്ത്രീകളും അതുപോലെ ചിന്തിക്കും. നമുക്ക് അതേസമയം വിദ്യാഭ്യാസമില്ലാതെ അടുക്കളയിലേക്ക് തള്ളപ്പെടുന്ന സ്ത്രീകൾക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല. പുറത്തു പോകാൻ ജോലി സ്ഥലമില്ല, പൊതുസ്ഥലങ്ങളില്ല, പിന്നെ ഉള്ളത് ആകെ ഈ അമ്പലവും ഇതുമൊക്കെയാണ്. അപ്പോൾ അത് എന്നൊരു കാരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ രാത്രിയുള്ള മതപ്രസംഗങ്ങൾക്കൊക്കെ സ്ത്രീകൾ വരുന്നതാണ് ലാഭം. കാരണം സ്ത്രീകളെ ഇവരേറ്റവും കൂടുതൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം മുസ്ലിങ്ങളുടെ മതപ്രസംഗത്തിനകത്ത് പറയുന്നത്, നബി മറ്റേ പോയല്ലോ, കഴുതപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും മറ്റേ ഇതിൽ കയറി ബുറാക്കിൽ കയറി പോയ സമയത്ത് ഇങ്ങനെ ഇത് സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഈ സ്വർഗവും നരകവും ഒക്കെ കാണിച്ചപ്പോൾ നരകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് നമ്മൾ കണ്ടത്. അപ്പം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത്. അപ്പം സ്ത്രീകൾക്കാണ് നരകം കിട്ടുക, ഏറ്റവും കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഈ രാത്രിയിൽ 10 മണിക്കൊക്കെ വന്നിരിക്കുന്ന സ്ത്രീകളോട് പറയും, നിങ്ങളാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ പോവുക എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചിട്ട് ഇവർ കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള സ്വർണ്ണമൊക്കെ ഊരി അങ്ങ് കൊടുക്കും. പുരുഷന്മാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് പേടിപ്പിക്കുന്നില്ല. പുരുഷന്മാർക്ക് നിങ്ങളോട് പറയുന്നത് എന്താ, നിങ്ങൾക്ക് 72 ഹൂറികളെ കിട്ടും സ്വർഗത്തിൽ പോയാലെന്നാണ് പറയണത്. സ്ത്രീകളോട് പറയുന്നത്, ഞാനവിടെ മറ്റേ പുള്ളിക്കാരൻ കണ്ടത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത്. അപ്പോൾ നരകത്തിൽ പോകാതിരിക്കാനുള്ള മാർഗം എന്താണ്? കൂടുതൽ മതത്തിലേക്ക് പോവുക. അപ്പം നരകത്തിൽ പോകുന്നുള്ള പേടിക്ക് ഇവർ പേടിച്ചിട്ട് വേഗം കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള സ്വർണ്ണം അങ്ങ് ഊരി കൊടുക്കും. ഇത് ഊരി കൊടുത്താൽ, ഉസ്താദിന് കൊടുത്താൽ വീട്ടിൽ ചെന്നാൽ ഒന്നും പറയത്തില്ല, പള്ളിക്കല്ലേ കൊടുത്തോ, വല്ലതും പറയാൻ പറ്റുമോ? അപ്പം ഇവർ പേടിച്ചിട്ട് വേഗം അങ്ങ് ഊരി കൊടുക്കും. അപ്പോൾ പള്ളിക്ക് വരുമാനം കിട്ടണമെങ്കിൽ സ്ത്രീകൾ കൂടുതൽ വരണം മതപ്രസംഗത്തിന്. അപ്പം അങ്ങനെ ആവുമ്പം 16 വയസ്സ് കെട്ടിച്ചു വിട്ടാൽ പിള്ളേർക്ക് വിദ്യാഭ്യാസം കിട്ടത്തില്ല. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാതാവുമ്പോൾ എന്താണ്, ഈ മതപ്രസംഗത്തിന് വരും, സ്വർണ്ണം ഊരി കൊടുക്കും, വരുമാനം കൂടും. ഒരു ബിസിനസ്സാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്ന ഒരു ബിസിനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്ത അന്ധവിശ്വാസിയെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു മൂത്താപ്പയുണ്ട്. പുള്ളി ഇവരൊക്കെ ഇവിടെയുള്ള എറണാകുളത്തുകാരായ പഴയ യുക്തിവാദികളൊക്കെ അറിയുന്നൊരു കക്ഷിയാണ്, സെയ്ദ് മുഹമ്മദ് മൂത്താപ്പ. അപ്പം ഡാഡിയുടെ തന്നെ ഒരു അമ്മാവൻ
വകയിലൊരു അമ്മാവനുണ്ട് എടപ്പള്ളിയിൽ. പുള്ളി ഈ മറ്റേ ഇതൊക്കെ ഉറുക്കൊക്കെ കെട്ടുന്ന, ഇങ്ങനെ ഊതി ഊതുന്ന, പിന്നെ പിഞ്ഞാണമൊക്കെ എഴുതുന്ന അങ്ങനത്തെ ഒരു കക്ഷിയായിരുന്നു. അപ്പോൾ ഈ വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ മൂത്താപ്പയോട് ചോദിച്ചു, മൂത്താപ്പ എന്തുകൊണ്ടാണ് ഇത്രയും മനുഷ്യരെ ഒരു പറ്റിക്കാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്ര ബുദ്ധിയില്ലാതെ ഇതിലൊക്കെ വിശ്വസിക്കുന്നത് പറഞ്ഞപ്പോൾ മൂത്താപ്പ പറഞ്ഞു, ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ജീവിക്കാൻ വേണ്ടി ബുദ്ധിയില്ലാത്തവനെ ചൂഷണം ചെയ്യുന്ന ഒരു സംഗതിയാണ്, അതുകൊണ്ട് അവർ ജീവിക്കുവാണ് എന്ന് പറ. അപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിയാണ്, ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവനെ ചൂഷണം ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ എല്ലാം പ്രയോഗിക്കുന്ന ആൾക്കാർ. അതായത് മതങ്ങളുടെ ഈ അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നതിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും തികഞ്ഞ നിരീശ്വരവാദികളാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈശ്വരനുണ്ട് എന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മനുഷ്യരെ ഇത്തരം കപടമായ കാര്യങ്ങൾ പറഞ്ഞ് അവരൊരിക്കലും ചൂഷണം ചെയ്യില്ലായിരുന്നു. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം, നമ്മുടെ ഒരു അനുഭവ എക്സാമ്പിൾ പ്രകാരം ഇവരിങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു സുഹൃത്തിന് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയതാണ് ഇങ്ങനെ ഈ സ്ത്രീകളെ വേഗം കല്യാണം കഴിച്ചയക്കണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ 16 വയസ്സിൽ തന്നെ കെട്ടിച്ചയച്ചാൽ പിന്നെ വിദ്യാഭ്യാസം നിൽക്കും, അപ്പോൾ പിന്നെ ഇത്തരം മതകാര്യങ്ങളിൽ അവർക്ക് താല്പര്യം വരുന്നുള്ളത്. അപ്പോൾ പിന്നെ സ്വത്തിൻ്റെ കാര്യം എന്താ വെച്ചാൽ അതും ഈ പറഞ്ഞ മാതിരി നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അന്ധവിശ്വാസമാണ്. സ്ത്രീ പുരുഷൻ്റെ പാതിയാണ്. നമ്മളിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ്റെ പാതിയാണെന്ന് മതത്തിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് അന്ധമായി അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം പലരും ഇതിനെതിരെ മുന്നോട്ട് വരുന്നില്ല. ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീ പുരുഷൻ്റെ പാതിയാണെന്നുള്ളത്. അതുപോലെ നമ്മളുടെ സാക്ഷ്യം, സ്ത്രീയുടെ സാക്ഷ്യം, ഒരു പുരുഷൻ സാക്ഷി പറയേണ്ട സ്ഥലത്ത് 2 സ്ത്രീകൾ പറഞ്ഞാലേ പറ്റുള്ളൂ. അവിടെയും നമ്മുടെ തലയിലേക്ക് ഈ മതത്തിൻ്റെ ത്രൂ ഇത് കുത്തി ഏൽപ്പിക്കണം, ഈ അന്ധമായ വിശ്വാസം. നമ്മൾ മറ്റവരെക്കാൾ എന്തോ ഇൻഫീരിയർ ആണ് എന്നുള്ള ഒരു വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമാണ്. അപ്പോൾ മറ്റവനേക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള ഒരു വിശ്വാസം നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച് നമ്മളെ തന്നെ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പാട്രിയാർക്കി സ്ത്രീയെ ഒരു ടൂളാക്കി മാറ്റുകയാണ് ഇതൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട്. അത് തന്നെയാണ് ഈ സാമ്പത്തികമായ സ്വാതന്ത്ര്യമാണല്ലോ എപ്പോഴും ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഇന്നത്തെ കാലത്ത്. കാരണം ഇന്ന് മണി മൈൻഡഡ് ആയിട്ടുള്ള, പൈസ ഇല്ലാതെ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാത്തൊരു കാലത്ത് പൈസ വേണം. അപ്പം അത്തരം സമയത്ത് സ്ത്രീയെ അടിച്ചമർത്താനുള്ള ഒരു സാധനമാണ് ഈ പകുതി സ്വത്ത്. നീ പകുതിയാണ്, നിനക്ക് കുറച്ചു മതി, അവിടെ കിടക്കട്ടെ. കാരണം എന്നാലാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്ത്രീയാണ് എപ്പോഴും പുരുഷൻ്റെ കീഴിൽ കിടക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. അപ്പം സ്വത്തവകാശവും അതിൽ പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്ത്രീയുടെ ഡിഗ്നിറ്റിയുടെ പ്രശ്നമാണ്. ഈ കേവലം അതൊരു പൈസയുടെ ആർത്തിയുടെ ഒരു പ്രശ്നമല്ല. സ്ത്രീക്ക് തലയുയർത്തി നിൽക്കണമെങ്കിൽ സാമ്പത്തികം വേണം. ഞാൻ ആരുടെയും പകുതിയല്ല എന്ന് ഒരു ഉറപ്പ് വേണം. പകുതി സ്വത്ത് കൊടുക്കുമ്പോൾ നീ എൻ്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെന്തോ ഇൻഫീരിയർ ആണോ? അതല്ല, ഞാൻ പുരുഷന് എൻ്റെ സഹോദരൻ്റെ ഈക്വൽ ആണെന്നുള്ള ഒരു ഡിഗ്നിറ്റിയോടുകൂടി അവൾക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ ഇത് മാറണം. സ്വത്തിൻ്റെ കാര്യവും നമ്മൾ സമ്പത്തിൻ്റെ കാര്യവും പറഞ്ഞപ്പം 2 വൈരുദ്ധ്യം തോന്നിയ പോലെ തോന്നി. അതായത് സമ്പത്തില്ലാത്ത ആൾ സ്ത്രീയാണ്, പുരുഷനിലും സ്ത്രീയിലും. സ്വത്തില്ലാത്ത ആൾ, സമ്പത്തില്ലാത്ത ആൾ സ്ത്രീയാകുന്നു. പക്ഷേ മതസ്ഥാപനങ്ങൾ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് സ്ത്രീയെയാണോ എന്ന് നമ്മളിവിടെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ പോകുന്നത്, വഴിപാടുകൾ നടത്തുന്നത്. അപ്പോൾ പണം ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിലേക്ക് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നത്, അവിടേക്ക് എത്തിക്കുന്നത് സ്ത്രീയാകുന്നു. പക്ഷേ സ്ത്രീക്ക് സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശവുമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കി? നേരത്തെ മല്ലിക കൃത്യമായിട്ട് പറഞ്ഞ് ഈ ഭൗതിക സാഹചര്യം എങ്ങനെയാണ് സ്ത്രീകളെ ഒരു പ്രത്യേക തരത്തിൽ കണ്ടീഷൻ ചെയ്യപ്പെടുന്നത്. പറഞ്ഞ പല പുരുഷന്മാരും ഇതേ അന്ധവിശ്വാസം തന്നെയാണ് പല കാര്യങ്ങളിലും ഫോളോ ചെയ്യുന്നത്. എല്ലാം ഈ പറഞ്ഞ മതത്തിൻ്റെ പേരിൽ വെട്ടുകയും കുത്തുകയും എല്ലാം ചെയ്യുന്നത് അത് തന്നെയാണല്ലോ. പക്ഷെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ വളരെ വളരെ മിനിമം സാമ്പത്തികമാണല്ലോ സ്ത്രീകളുടെ കയ്യിൽ വരുന്നത്. അതാണ് പിന്നെ അവർ കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ പറഞ്ഞതുപോലെ അവർക്കൊരു ചോയ്സ്, അവർ യുക്തിപരമായിട്ട് തന്നെയാണ് പലപ്പോഴും ഉള്ളതിൽ അവർ ചോയ്സ് കണ്ടത്. സ്ത്രീകൾ അങ്ങനെ
എന്താ പറയുക, അങ്ങ് പൂർണ്ണമായി വിധേയപ്പെട്ടു കൊടുക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അവർ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ, ഇപ്പം സ്വത്തില്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ സർവൈവ് ചെയ്യാനായിട്ടുള്ള പല സ്ട്രാറ്റജീസാണ് സ്ത്രീകൾ എടുക്കുന്നത്. അപ്പോൾ നിലവിൽ ഉള്ള എങ്ങനെ നിലവിലുള്ള വ്യവസ്ഥയ്ക്കകത്ത് ജീവിച്ചു പോകാമെന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പല തരത്തിലുള്ള കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ഉണ്ടാകും, അതൊന്നുമില്ല എന്നുള്ളതല്ല. അപ്പോൾ അതിൽ പല എന്താ പറയുക പറഞ്ഞിട്ടുള്ള എന്താണ് പറയുന്നത് നെറ്റ്വർക്കിങ്ങിനകത്തൊക്കെ സ്ത്രീകളും പെടുന്നുണ്ടാവും. അപ്പോൾ ഇതിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വരുമാനമില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സ്ത്രീകൾ എത്രത്തോളം ജോലി ചെയ്യുന്നു, പക്ഷേ അവർക്ക് എത്ര ഇൻകമാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അവർക്ക് അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് ഇടപെടാനും സാമൂഹ്യമായിട്ട് എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്പേസ് ഇല്ല എന്നുള്ളത് കൊണ്ട് നിലവിലുള്ളതിനെ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എന്തോ ആവട്ടെ, അത് പിന്നെ വഴിപാടാവട്ടെ, ഈ പറഞ്ഞിട്ടുള്ള എന്ത് കാര്യങ്ങളോ ആവട്ടെ, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതാവട്ടെ, എന്താണെങ്കിലും അവർക്ക് നിലനിൽക്കാനുള്ള ഒരു അവസ്ഥ അവർ ഉള്ളതിൽ നിന്ന് അവർ യുക്തിപരമായിട്ട് തന്നെ തിരഞ്ഞെടുക്കുകയാണെന്നത്. അത്തരത്തിലുള്ള ഒരു യുക്തി ഉണ്ട് അതിനകത്ത്. ആ യുക്തിപരമായിട്ട് തന്നെയാണ് അത് നിലവിൽ ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൗതിക സാഹചര്യം മാറിയെങ്കിലേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം എനിക്ക് കുറച്ച് വിയോജിപ്പുണ്ട് ഇലുബി പറഞ്ഞതിനോട്. വിദ്യാഭ്യാസം കൊണ്ട് മാറുന്നൊരു കാര്യമല്ല. കേരളത്തിൽ സ്ത്രീകളിലെ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളത്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൊടുക്കാതെ അവരെ കുറച്ചും കൂടെ ചൂഷണം ചെയ്യാനൊക്കെ അവർക്ക് പറ്റുമായിരിക്കും. പക്ഷേ എന്നാലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കാണ് ഇവിടെ പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസ നിലവാരം കൂടുതലുള്ളത് കേരളത്തിൽ. അപ്പോൾ അത് മാറുന്നുണ്ടോ? മാറുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഈ ഭൗതിക സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാനം. ഒന്ന് വരുമാനം, അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ ജോലിയും, ഈ പ്രത്യേകിച്ച് റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് സ്ത്രീയുടെ ബാധ്യതയായിട്ട്, സ്ത്രീയുടെ കടമയായിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാമ്പത്തികത്തിൽ നിന്ന് മാറ്റി നിർത്തി, അല്ലെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തി, സാമ്പത്തികത്തിൽ നിന്ന് മാറ്റി നിർത്തി നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയില്ല. അതാണ് നമുക്ക് കുറേ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ വിളിച്ചിരുത്തി ഇതൊക്കെ അന്ധവിശ്വാസമാണ് കേട്ടോ. അതാണ് എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്. ഇപ്പോൾ ഈ ഇത്തരം പ്രവർത്തനങ്ങളോട് നമുക്ക് ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ലത്. അവരുടെ സാഹചര്യം വേറെയാണ്. ആ സാഹചര്യം മാറ്റിയാൽ മാത്രമേ ആളുകൾ മാറുള്ളൂ, അല്ലാതെ മാറില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പല പള്ളികളും പിന്നെ അടച്ചുപൂട്ടിയിട്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മ്യൂസിയങ്ങളോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെയാണ് അത് മാറിയത്? നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അത് മാറാതിരിക്കുന്നത്? അത് ആണിൻ്റെ പെണ്ണിൻ്റെ ഒരു വിഷയമല്ല. അത് ഏത് ജെൻഡറിലുള്ളവരാണെങ്കിലും നമ്മുടെ സാഹചര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് അത് അങ്ങനെ രൂപപ്പെടും എന്നുള്ളതാണ്. ആ സാഹചര്യങ്ങൾ മാറാതെ, അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഓരോ സ്ത്രീയും നമ്മളെവിടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യമാണ്. എങ്ങനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല, ഈ പറഞ്ഞ ഓരോ കാര്യത്തിലും കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഓരോരോ കാര്യത്തിലും ആ ഒരു ബോധമുണ്ടായാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. അന്ധവിശ്വാസങ്ങൾ താനേ മാറിക്കോളും അതുണ്ടാകുന്ന സമയത്ത്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്ന സമയത്ത് അന്ധവിശ്വാസങ്ങൾ മാറും. അത് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് ഉള്ള സാഹചര്യങ്ങളിൽ സ്ത്രീകളാണെങ്കിലും ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു യുക്തിപരമായിട്ട്, പുരുഷന്മാരാണെങ്കിലും യുക്തിപരമായിട്ട് തിരഞ്ഞെടുക്കുന്നു. സാഹചര്യങ്ങൾ വേറെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണമുള്ള സ്ത്രീകൾ തന്നെ പലപ്പോഴും, ഇത് ആറ്റുകാലൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നത് എല്ലാ വിഭാഗത്തിലും പെടുന്ന സ്ത്രീകളാണ്. അതൊരു പ്രസ്റ്റീജ് സിമ്പലായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അവിടുത്തെ സാഹചര്യം വേറെയാണ്. ഓരോ സാഹചര്യത്തിലും വ്യത്യാസമായിട്ടായിരിക്കും അത് സ്ത്രീകൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളായിരിക്കും. അവർക്ക് പുറത്തു പോകാനും അല്ലെങ്കിൽ അവരുടേതായ ഒരു എന്താ പറയുക ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് അവിടെ ആയിരിക്കും. അവിടെ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റു ഓപ്ഷൻസ് തീരെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പലപ്പോഴും എനിക്ക് അതിശയം തോന്നുന്നുണ്ട്, സമൂഹത്തിലെ ഉന്നത പദവിയിലുള്ള സ്ത്രീകൾ വരെ പോയിരുന്ന് പൊങ്കാലയിടുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഞാൻ പലരോടും ചോദിച്ചിട്ടുമുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിന് നമുക്കറിയില്ല, അതിൻ്റെ പലതരത്തിലുള്ള സൈക്കോളജി ഉണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ ഈ സാമൂഹ്യ പദവിയുമായിട്ട്, സ്ത്രീയുടെ പൊതുവായിട്ടുള്ള സാമൂഹ്യ പദവിയായിട്ടും അതിനകത്ത് തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ ആദിവാസി മേഖലയിൽ വ്യത്യസ്ത സാഹചര്യം, വേറൊരു സാഹചര്യമായിരിക്കും.
ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. ആ ഭൗതിക സാഹചര്യങ്ങൾ മാറാതെ നമുക്ക് അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ വരുന്ന ഒരു കാര്യമല്ല. യുക്തി എല്ലാവർക്കുമുണ്ട്. ഞാൻ വരിക അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ബയോളജിക്കലി അങ്ങനെ പറയാൻ പറ്റത്തില്ല. എല്ലാ മനുഷ്യർക്കും യുക്തിയുണ്ട്. ആ യുക്തി എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള അവരുടെ സാഹചര്യം വെച്ചിട്ടാണ് അവർ യുക്തി ഉപയോഗിക്കുന്നത്. അന്ധവിശ്വാസം നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമം അനുസരിച്ച് മാറുന്നു എന്നുള്ള ഒരു ഉദാഹരണം എനിക്ക് ഓർമ്മ. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്, അപ്പോൾ പത്തനാപുരം സൈഡിൽ സാക്ഷരതാ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പം അവിടെ സതിയായിട്ട് ബന്ധപ്പെട്ട് പാഠഭാഗം വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, സതി നടന്ന സമയത്ത് അതിനെതിരെ മൂവ്മെൻ്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? അയ്യോ അങ്ങനെ ഉണ്ടാകുമോ, അതെങ്ങനെ, അതെന്താണ്, സ്ത്രീകൾ തന്നെയായിരിക്കും, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ഞാൻ തിരിച്ചവരോട് ചോദിക്കും. ശരിയെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം, നിങ്ങൾ എത്ര പേര് അനുകൂലിക്കുന്നു? അവരാരും അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം എനിക്കും അതാണ് നമ്മൾ ആ സാമൂഹിക ക്രമം മാറുന്നതനുസരിച്ച് മാത്രമേ വിശ്വാസങ്ങളിൽ മാറ്റം വേണം. നിലനിൽക്കുന്ന സാമൂഹിക ക്രമത്തിനോടനുസരിച്ച് പോകാനാണ് മനുഷ്യർക്ക് താല്പര്യം. സ്ത്രീകൾക്ക് നിൽക്കുന്നത്, അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പാട്രിയാർക്കി എന്ന് പറയുന്ന അധികാര വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കാൻ തന്നെയാണ് അവരെപ്പോഴും ശ്രമിക്കുക. അതാണ് അവർക്ക് കുറച്ചും കൂടി സേഫ് സോൺ. അപ്പോൾ ആ സേഫ് സോണിൻ്റെ ഭാഗമായിട്ട് അവർ അന്ധവിശ്വാസങ്ങൾ കൂട്ടിപ്പിടിക്കുന്നു. അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറയുന്നതിനകത്ത് ബയോളജിക്കലി ഇല്ല, കൂടുതലും സാമൂഹികവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായ കാരണങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഓഡിയൻസിന് ആർക്കെങ്കിലും ചോദ്യങ്ങളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ആകാം. ഇപ്പോൾ ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞു വന്നത് നമ്മൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം ഇതെല്ലാം നമ്മുടെ അന്ധവിശ്വാസത്തെ കുറയ്ക്കും എന്നാണ് പറഞ്ഞത്. ഒരു കാരണവശാലും കുറയ്ക്കില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള, ഞാൻ ആദ്യം ഒന്ന് എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് വൃന്ദ മോഹൻദാസ്. ഞാൻ RBDCയിൽ ഡെപ്യൂട്ടി കളക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞു. ATM കാർഡിൻ്റെ പിൻ നമ്പർ പോലും അറിയാത്ത ഉദ്യോഗസ്ഥരായ സ്ത്രീകളെ എനിക്ക് വലിയൊരു വിഭാഗത്തിനെ അറിയാം. ATM കാർഡ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്ന സ്ത്രീകളെ അറിയാം. അപ്പോൾ ആ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. പിന്നെ പറയുന്നത് വിദ്യാഭ്യാസം. ശബരിമലയിലെ നാമജപ ഘോഷയാത്ര നടന്നപ്പോൾ തെരുവിൽ നടന്ന സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലും സ്ത്രീകളായിരുന്നു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത് മഹാരാജ് കോളേജിൽ ഒരു പ്രൊഫസർ, അവർ കൽക്കട്ടയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ അവിടെ വെച്ചിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ പറയുമായിരുന്നു, ഇതാ നോക്കൂ, സമ്പന്നരല്ലാത്ത കുറേ സ്ത്രീകൾ കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തുകയാണ് എന്ന് പറഞ്ഞാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ടീച്ചർ കയറി ഇടപെട്ടു. ഒരിക്കലുമല്ല, അതിൽ ഡോക്ടർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ വിദ്യാഭ്യാസവും അതിൻ്റെ യാതൊരു തരത്തിലും ഘടകമല്ല. പിന്നെ അന്ധവിശ്വാസം സ്ത്രീകൾക്ക് കൂടുതൽ എന്നതല്ല, വാസ്തവത്തിൽ സ്ത്രീകൾ വഴിയാണ് അത് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ വാക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഈ അന്ധവിശ്വാസത്തിന് ഉതകുന്ന പദങ്ങളും വിലക്കുകളും എല്ലാം സ്ത്രീകളിലൂടെയാണ് വരുന്നത്. ആർത്തവം വരുമ്പോൾ പറയും, നിങ്ങൾ ഉപയോഗിക്കുന്ന ആ പാഡ് അല്ലെങ്കിൽ തുണിയൊന്നും ഇവിടെ ഒന്നും വലിച്ചെറിയരുത് കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നോടും പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ നീ എറിയരുത്, അതുമേ കൂടെ വല്ല പാമ്പും മെഴഞ്ഞു പോയാൽ തല പൊട്ടിത്തെറിക്കും. അന്ന് തല പൊട്ടിത്തെറിക്കുമെന്ന് പേടിച്ച് വളർന്ന ഒരു പെങ്കൊച്ചായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ പ്രസവ സമയത്തും എല്ലാ വിലക്കുകളും എല്ലാം വരുന്ന. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗവുമായി ബന്ധപ്പെട്ടതാവുമ്പോൾ നമ്മളതിന് അടിമപ്പെടുകയാണ്. നമ്മളല്ല, ഒരു വിഭാഗം സ്ത്രീകൾ, നമ്മളെന്ന് പറഞ്ഞാൽ തെറ്റാണത്. ഞാൻ ഇതിനൊന്നും അടിമപ്പെട്ട ആളല്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഇത്. പിന്നെ വൈധവ്യവും ഭയങ്കര ഇതാണ്. പൊട്ടു തൊടരുത് എന്നും, പൊട്ടു തൊട്ടാൽ എന്ത് സംഭവിക്കുമെന്നൊക്കെയുള്ള വിലക്കുകൾ. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നത് കൊണ്ട് സ്ത്രീകളിലൂടെ ഈ അന്ധവിശ്വാസങ്ങൾ വളർത്തി അവരെ അതിന് അടിമകളാക്കി അവരിലൂടെ ഈ അന്ധവിശ്വാസ പ്രചരണം നടക്കുകയാണ് എന്നുള്ളതാണ് ശരി. പിന്നെ ഒരു കാര്യം, ഇതിന് എന്താണ് അവസാനിപ്പിക്കാൻ ഒരു മാർഗം എന്നുള്ളതാണ്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുക, അത് തന്നെയാണ് വേണ്ടത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യം നൽകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങൾക്ക് അന്ത്യം. പിന്നെയോ സ്ത്രീക്ക് ചിന്തിക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നിടത്താണ് അന്ധവിശ്വാസത്തിന് അന്ത്യം. പിന്നെയോ സാമൂഹികമായ പല മീഡിയകളിലൂടെയും സ്ത്രീകളെ അന്ധവിശ്വാസത്തിലും അതുപോലെ സ്ത്രീ വിരുദ്ധമായും, കേരളത്തിലെ ഒരു വലിയ താരം നിന്ന് പറയാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ വേണം, എൻ്റെ കൂടെ കിടന്നുറങ്ങാൻ, എൻ്റെ പുതപ്പിനടിയിൽ കിടക്കാൻ, അവസാനം ഞാൻ മരിച്ചാൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ എനിക്കൊരു പെണ്ണിനെ വേണമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ കൈയടിക്കുകയാണ്. എത്രമാത്രം സ്ത്രീവിരുദ്ധമായ പദങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുപോലെയുള്ള മാധ്യമങ്ങളുടെയും സിനിമകളുടെയും എല്ലാം ഇടപെടലുകൾ ശക്തമായി അവസാനിക്കണം. കുടുംബങ്ങളുടെ മനോഭാവം മാറണം. ഏറ്റവും ഫസ്റ്റ് അതാണ്, കുടുംബങ്ങളുടെ മനോഭാവം മാറണം.
കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഇത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അന്ധവിശ്വാസത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളും. അതങ്ങനെയെല്ലാം വന്നാൽ ഒരു പരിധി വരെ ഇത് നമ്മൾക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ജ്യോതിഷി റേപ്പ് ചെയ്ത പോക്സോ കേസിൽ എല്ലാം ഇടപെട്ടിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയത് അമ്മമാരാണ്. നമ്മൾ അത് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണ്. അമ്മമാരാണ് കുട്ടികളുടെ ജ്യോതിഷം നോക്കാനും എല്ലാം. ഞാൻ സമയം കൂടുതൽ എടുക്കണ്ടെങ്കിൽ പറയണേ. ഓക്കെ, കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായിട്ട് അന്ധവിശ്വാസവും അനാചാരങ്ങളും തടയാനുള്ള നിയമം കൊണ്ടുവരുന്നതിന് സർക്കാർ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. അതാണിപ്പോൾ നമ്മുടെ മുമ്പിലെ പ്രതീക്ഷ. പക്ഷേ അവിടെയും ഭരണഘടന ആർട്ടിക്കിൾ 25 എങ്ങനെ വന്നാലും ഇതിനെ തൊട്ടാൽ മതത്തെയും തൊടേണ്ടി വരും, മതസ്വാതന്ത്ര്യത്തെ തൊടേണ്ടി വരും, ആചാരങ്ങളെ തൊടേണ്ടി വരും. അത് എന്തായി തീരും? ആർട്ടിക്കിൾ 25 ലംഘനമാവും, കോടതി ചോദ്യം ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് അതൊക്കെ നടക്കാൻ വൈകുന്നത്. നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇതൊന്നുമില്ലാത്ത ഒരു കാലത്തിലേക്ക്. നന്ദി, നമസ്കാരം. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഇടപെടുകയാണ്. പ്രൊഫസർ എം ജി മല്ലികയ്ക്ക് സോറി ഇല്ല പ്രൊഫസർ എം ജി മല്ലികയ്ക്ക് ഇപ്പോൾ പോകേണ്ടതുണ്ട്. അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായ എം ജി മല്ലികയ്ക്ക് ഒരു മെമൻറ്റോ നൽകി ആദരിക്കുന്നതിനായി അപർണ അശോകൻ, യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ മെമ്പറായിട്ടുള്ള അമൃത അശോകനെ ക്ഷണിക്കുന്നു. പോകുന്നതിന് മുമ്പ് നമ്മളിത് തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം, സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടൂല. ഇതേപോലെ സ്വാതന്ത്ര്യം ആരും കൊടുക്കേണ്ടതുമല്ല. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ജന്മാവകാശമാണ്. അത് എടുക്കാനുള്ള ഒരു ആർജവം ഉണ്ടാവണമെങ്കിൽ അതിനപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി സൗകര്യങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഇതേ പോയിന്റ് തന്നെയാണ് ആക്ച്വലി നമ്മളും പറഞ്ഞതെന്നുള്ളത് തന്നെയാണ്. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് വിദ്യാഭ്യാസം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞു, ഞങ്ങളൊക്കെ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഒരു വ്യത്യാസം ഇല്ലാതെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തന്നെയാണ് കൂടുതൽ പഠിക്കുന്നതും നല്ല മാർക്ക് വാങ്ങിക്കുന്നതും നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതൊക്കെ. പക്ഷേ ജോലി സ്ഥലങ്ങളിലോ മറ്റിടങ്ങളിലോ ഒന്നും ഇവരെ കാണുന്നില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കുറച്ചും കൂടി അതിനെ സീരിയസ് ആയി കാണണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിയമം കൊണ്ടുവന്നെ മാറുമെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഗാർഹിക പീഡന നിരോധന നിയമം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഒരുപാട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നതിനെ കൊണ്ടോ ഇപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന ശിശു അല്ലേ സെക്സ് ഇപ്പോൾ പിന്നെ ഇത് നിയമം വന്നിട്ടും ഇവിടെ ഈ പറയുന്ന ക്രൈം കുറയണം എന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിയമം ഒരു സൈഡിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ മറുവശത്ത് ഉണ്ടാവേണ്ട കുറേ തരത്തിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മാറ്റം വരണമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ യുക്തിവാദം എന്ന് പറയുന്ന സാധനമൊന്നും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്നതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നിരന്തരമായി പ്രശ്നങ്ങൾ അതിജീവിച്ച് പരിഹരിച്ച് വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഒന്നും ചെയ്യാതെ വരുന്ന ക്രിയേറ്റീവ് അല്ലാത്ത സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ വിടാത്ത ഒരാൾക്കും ഒരിക്കലും യുക്തിഭദ്രമായി ചിന്തിക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കുറേ തരത്തിലേക്കുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. കേരളം ശരിക്കും ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ 3ാം സ്ഥാനത്തെത്തി. പക്ഷേ ഇന്ത്യ ഇപ്പോഴും നിൽക്കുന്നത് ഏകദേശം 1, 2 എത്തിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന നയങ്ങൾ മുഴുവൻ ആ ഒരു കാലഘട്ടത്തിലതാണ്. അപ്പം നമുക്ക് ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ തരത്തിലേക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുകയും ആ അനുയോജ്യമായ തരത്തിലേക്കുള്ള സാമൂഹ്യ ക്രമത്തിന് അനുയോജ്യമായ നടപടികളും പിന്നെ ചർച്ചകളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയും ഇപ്പോൾ നാട്ടിലൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തോണ്ടലും പിടിക്കലും മാന്തലിനും വേണ്ടിയുള്ള സാധനമല്ല. പിന്നെ നേരത്തെ പറഞ്ഞു സ്ത്രീകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഈ പറയുന്ന രീതിയിലേക്ക് കഴുത്തിൽ കയറ് വിട്ടിട്ട് തൂങ്ങി ചാകാൻ നിന്നതെന്ന് പറയുന്നത് ഏതാണ്? ഈ ശബരിമലയുടെ അകത്ത് ശബരിമല പ്രശ്നം വന്ന സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണോ അടിച്ചമർത്ത്, ആരുടെയാണോ അവകാശങ്ങൾ പിടിച്ചു വാങ്ങിയിട്ട് അവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് കാലഘട്ടത്തും ഇപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ ഒറ്റ കൊടുത്തത് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആളുകളാണ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒറ്റ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട ആളുകളാണ് ഒറ്റ കൊടുത്തത്. അവരുടെ കുറ്റമല്ല, ആശയപരമായിട്ടാണ് സ്വാഭാവികമായിട്ട് മാറ്റം ഉണ്ടാവേണ്ടത്. ആശയപരമല്ല, വ്യക്തി എന്നത് സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ മറ്റതൊന്നും ഉള്ളതല്ല. അതല്ല, നമ്മൾ ഉൾക്കൊള്ളുന്ന ആശയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലെങ്കിൽ അംഗനവാടികളിൽ ഭൂരിപക്ഷം സ്ത്രീകൾ 100% സ്ത്രീകളാണുള്ളത്, അധ്യാപകർ മുഴുവൻ സ്ത്രീകളാണുള്ളത്. ഈ പറയുന്ന രീതിയിലേക്ക് സ്ത്രീകൾ തീരുമാനം എടുക്കാം. അപ്പൊ നമ്മളെ കുട്ടികളെ മുഴുവൻ വളർത്തുന്നത് പുരുഷന്മാരുടെ സ്വാധീനം ഇല്ലാണ്ട് സ്ത്രീകൾ തന്നെയാണ് വളർത്തുന്നത്. എന്നിട്ടും സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവിക ആശയപരമായിട്ട് എങ്ങനെ മാറ്റം വരുത്താൻ പറ്റും, കാഴ്ചകളും ചർച്ചകളും എങ്ങനെ ഉണ്ടാകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. എനിക്ക് പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ, സോറി, എനിക്കൊരു ട്രെയിന് പോകേണ്ടതുകൊണ്ടാണ്. താങ്ക് യു. ഈ സാമ്പത്തിക സാമൂഹ്യ ക്രമം എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ മല്ലിക ആശയപരമായ മാറ്റം എന്ന് പറഞ്ഞു. അത് ഈ സാമ്പത്തിക സാമൂഹ്യ ക്രമം മാറണമെങ്കിൽ ഇപ്പോൾ 17% മാത്രമാണ് കേരളത്തിൽ ഈ പറഞ്ഞത് രീതിയിലുള്ള വരുമാനമുള്ള അല്ലെങ്കിൽ എന്താ പറയുക പെയ്ഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വെറും 17% മാത്രമാണ്. അപ്പോൾ അതിനെ ഒരു ക്രിട്ടിക്കൽ മാസിലേക്ക് ഉയർത്തുമ്പോൾ ഈ രീതിയിലല്ല കാര്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് രാഷ്ട്രീയ പദവിയിലേക്ക് സ്ത്രീകൾ വരിക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമസഭയിൽ 10%-ൽ താഴെയാണ്. അധികാരമുള്ള സ്ഥലങ്ങളിൽ നയങ്ങൾ രൂപപ്പെടുത്തുന്നിടത്ത് സ്ത്രീകളുടെ
പങ്ക് വളരെ വളരെ കുറവാണ്. ഇതെല്ലാം സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ആശയപരമായ മാറ്റം, അതാണ് പാട്രിയാർക്കി എന്ന് പറയുന്ന കാര്യം. ഈ സാമ്പത്തികം എന്ന് പറയുന്നത് പാട്രിയാർക്കിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. ഇത് സൈമൾട്ടേനിയസ് ആയിട്ട് മാറിയെങ്കിലേ പറ്റുള്ളൂ. ഏത് ആദ്യം രണ്ടാമത് ഏത് എന്നുള്ളതല്ല, സാംസ്കാരികമായിട്ടുള്ള മാറ്റം. അതായത് പാട്രിയാർക്കിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അത് എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക ക്രമത്തെ സ്വാധീനിക്കുന്നത്, ഇത് തമ്മിൽ പരസ്പരം സ്വാധീനിച്ച് കിടക്കുന്നതാണ്. ഇത് ഒരുമിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കേവലമായിട്ടുള്ള സാമ്പത്തികം എന്ന് പറഞ്ഞാലും ഇല്ല, കിട്ടുന്നില്ല. പെയ്ഡ് ലേബർ സ്ത്രീകൾക്കില്ല. എത്ര ശതമാനം സ്ത്രീകൾക്കാണ് ഇവിടെ ശമ്പളമുള്ള ജോലിയുള്ളത്? സുഹൃത്തുക്കളെ, എനിക്കൊരു പോയിന്റ് കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നേരത്തെ ഇവർ പറഞ്ഞു വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം വരുത്താനായിട്ട് ഇല്ലെന്ന്. ശരിയാണ്, നമ്മുടെ ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ചിട്ട് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ മാറ്റം വരുത്താനായിട്ട് പൂർണ്ണമായിട്ടും സാധിക്കുകയില്ല. കാരണം നമ്മുടെ സിലബസുകൾ അങ്ങനെയുള്ളതാണ്. ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്ന ICSE CBSE സിലബസുകളിലൊക്കെ ഏണിംഗ് പേഴ്സൺ പുരുഷനാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിലബസുകളൊക്കെ മാറ്റിയിട്ട് ഒരു ജെൻഡർ ഈക്വാലിറ്റി വരുന്ന സിലബസുകൾ ഉണ്ടാക്കണമെങ്കിൽ ആ സിലബസ് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ മതേതരരായ ആൾക്കാരും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെ സിലബസിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ സമൂലമായിട്ട് നമുക്ക് ഇത്തരം പാട്രിയാർക്കിയിലുള്ള അന്ധവിശ്വാസങ്ങളെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ കാര്യം പറയാനുള്ളത്, ഞാൻ യുക്തിവാദ സംഘത്തിലൊക്കെ വരുന്ന സമയത്ത് ഇപ്പോഴും സോളി ഇടമറുകിന് മുമ്പ് ഒരു യുക്തിവാദിയായ സ്ത്രീയെ ഞാനവിടെ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. പിന്നെ ഒരുപാട് പേര് യുക്തിവാദികളായിട്ട് വന്നിട്ടുണ്ട്, സ്ത്രീകൾ. അതായത് യുക്തിവാദി പുരുഷന്മാരുടെ ഭാര്യമാരായിട്ട് വന്നിട്ട് യുക്തിവാദികളായ ആൾക്കാരുണ്ട്. മിശ്ര വിവാഹത്തിലൂടെ വന്നിട്ട് യുക്തിവാദികളായ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. യുക്തിവാദികളുടെ ഭാര്യമാരും കുട്ടികളും അല്ലാതെ തന്നെ ഒരുപാട് സ്ത്രീകൾ തന്നെ പല മതവിഭാഗങ്ങളിൽ നിന്നും റിബൽസായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ ഒരു പ്രോഗ്രസ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്തത് കൊണ്ടാണല്ലോ അവരത്തരം രീതിയിൽ ചിന്തിക്കുകയും മതത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് തീരുമാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പല സംഘടനകളിലും പല സ്ത്രീകളും റിബൽസായിട്ട് മതത്തിൽ നിന്ന് പുറത്തു വന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു എന്താ പറയുക, ആശാവഹമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം നമ്മുടെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ 2026 ചാർവാകം 2026 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം യുക്തിവാദി പഠന കേന്ദ്രം നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് സംഘാടകരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഡോക്ടർ ജയശ്രീയുടെ അടുത്തൊരു സംശയമാണ്. അതായത് മാഡം പറഞ്ഞ ജനറലായിട്ട് യോജിക്കുന്നു. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം സമൂഹത്തിലുണ്ടാകണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത്. പിന്നെ സാമ്പത്തികമായിട്ടും പെർ ക്യാപിറ്റ ഇൻകം അതിൽ നല്ല മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. കേരളത്തിലെ പല കാര്യങ്ങളിലും വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ്. കേരളത്തിൽ എത്ര വനിതാ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ആരും ഉണ്ടായിട്ടില്ല. UP ഒരു ബാക്ക്വേർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ അവിടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റും കിടക്കുന്ന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഇന്ത്യയിലും വനിതാ പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ ഒരു സിംഗിൾ ലേഡി മത്സരിച്ചപ്പോൾ ചൈൽഡ്ലെസ് ക്യാറ്റ് ലേഡി എന്നാണ് അവരെ പറ്റി പറഞ്ഞത്. അത് വളരെ സെക്സിസ്റ്റ് ആയിട്ടുള്ള റിമാർക്ക്. ഇപ്പോൾ അതുപോലെ നാർസിസ്റ്റ് ആയിട്ടുള്ള, സെക്സിസ്റ്റ് ആയിട്ടുള്ള, റേസിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് പ്രസിഡൻ്റായിട്ട് അവർ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ വിദ്യാഭ്യാസവും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന അമേരിക്ക തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ ഒരാളെയാണ് പ്രസിഡൻ്റായിട്ട്. ക്ലിയർ ചോയ്സ് ഇപ്പുറത്തുള്ളപ്പോൾ. അതുകൊണ്ട് ഇവിടെ ഈ മതത്തിൻ്റെ സ്വാധീനം ഉണ്ടെന്ന് നമ്മൾ പറയുന്ന രാജ്യങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വനിതകൾക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് അതിലെന്തെങ്കിലും ഒരു കാരണം, അതോ ഇത് ഒരു എക്സെപ്ഷനായിട്ട് കണക്കാക്കണോ? ഏതാണ്ട് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഇതില്ല എന്നുള്ളതാണ്. അത് സമ്പത്താണെങ്കിലും സാമ്പത്തിക ക്രമം എന്ന് പറയുന്നത് പാട്രിയാർക്കലായിട്ടാണ്. അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും ലോകത്തിൽ ഒരുവിധം ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമേ അത്തരം മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. സ്ത്രീകൾ യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് വന്നിട്ടുള്ളൂ. ലോകത്തിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിലേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ലോകത്തിൽ മൊത്തമുള്ള സാമ്പത്തിക ക്രമം എന്ന് പറയുന്ന പാട്രിയാർക്കിയിൽ അധിഷ്ഠിതമാണ്.
ഈ പറയുന്ന നേരത്തെ സിസ്റ്റർമാരുടെ കാര്യം പറഞ്ഞല്ലോ, കന്യാസ്ത്രീമാരെ ചൂഷണം ചെയ്യുന്നത്, മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, അവരുടെ മുഴുവൻ റീപ്രൊഡക്റ്റീവ് ലേബറും, എല്ലാ സ്ത്രീകളുടെയും റീപ്രൊഡക്റ്റീവ് ലേബർ മുഴുവനും യാതൊരു പ്രതിഫലവും ഇല്ലാതെ അപ്രോപ്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ ഈ രാഷ്ട്രീയ ക്രമം. ലോകത്തിൽ മൊത്തമുള്ള രാഷ്ട്രീയ ക്രമം അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയവും സാമ്പത്തികവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. അതാണ് നമ്മൾ അതിനെ മാറ്റണമെങ്കിൽ ഈ ജനാധിപത്യം നമ്മൾ പറയുമ്പോൾ, ജനാധിപത്യം എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ളത്? എല്ലാവർക്കും അധികാരത്തിൽ ഒരു പങ്കുണ്ടാവുക എന്നാണല്ലോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ നിയമസഭയിലൊക്കെ സ്ത്രീകൾ ഇല്ലാതിരിക്കുന്നത്? സ്ത്രീകൾ മാത്രമല്ല മറ്റ് ജെൻഡറിലുള്ളവരും ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്രമത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്, അങ്ങനെ ഒരു മാറ്റത്തിലേക്കാണ് ചിന്തിക്കുന്നത്. അത് ഇതുവരെ എവിടെ ഈ പറഞ്ഞ അമേരിക്കയിലൊക്കെ അങ്ങേയറ്റം പാട്രിയാർക്കലായിട്ടുള്ള സിസ്റ്റമാണ്. അതുപോലെ പല രാജ്യങ്ങളിലും വളരെ പാട്രിയാർക്കലാണ്. പാട്രിയാർക്കിയെ ജനാധിപത്യം സാധിക്കണമെങ്കിൽ പാട്രിയാർക്കിയെ നമ്മൾ മറികടക്കണം. അത് കൂടുതൽ കൾച്ചറലുമാണ്. അതുകൊണ്ടാണ് സാമ്പത്തികത്തിൽ മാത്രം ഒതുങ്ങാൻ പറ്റാത്തത്. വളരെ സൂക്ഷ്മമായിട്ടാണ് ഈ നിയന്ത്രണങ്ങൾ നടക്കുന്നത്. അങ്ങനെയല്ലേ ഇപ്പോൾ അവർ ദേവിയായിട്ട് ചിലപ്പോൾ പറയുന്നു, അല്ലെങ്കിൽ പല പുരുഷന്മാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം അതാണ്, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കഴിവുണ്ട്, സ്ത്രീകൾ കുറച്ചുകൂടെ ഉയർന്നവരായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പലതും പറഞ്ഞിട്ട് വളരെ സട്ടിലായിട്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് സ്ത്രീകളുടെ ജോലിയാണെങ്കിലും സ്ത്രീകളുടെ സേവനങ്ങളെയും പാട്രിയാർക്കൽ സിസ്റ്റം അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വളരെ പാടാണ്. അപ്പോൾ അവിടെയാണ് ഈ പല സ്ത്രീകളും പോയിട്ട് നിലവിൽ ഇതൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ അമ്പലത്തിൽ പോയാൽ കുറച്ച് നേരം പുറത്തേക്ക് ചില ദേവികളായിട്ട് വരുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കണം. അവരുടെ സ്ട്രാറ്റജിക്കലാണ്. ചിലപ്പോൾ അത് ഭ്രാന്തായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ ഈ ദേവിയായിട്ട് പിന്നെ എന്താണ് പറയുക അവതരിക്കുന്നത് പോലെ ആയിരിക്കും വരുന്നത്. അതൊക്കെ ഒരു പവർ ആണ്. സാറ ടീച്ചറിൻ്റെ ഒരു കഥയുണ്ടല്ലോ, സാറ ജോസഫിൻ്റെ മുടിത്തെയ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ വീട്ടിനകത്ത് തന്നെ ഒരു ലിബറേഷൻ പ്രഖ്യാപിക്കാൻ, ഈ അടിമത്തത്തിൽ നിന്ന്, പുരുഷന്മാരുടെ വീട്ടിനകത്തുള്ള ഈ അടിമത്തത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ ഒരുപക്ഷെ അതവർക്ക് സഹായകമായിരിക്കും. അതാണ് ഞാൻ അങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായിട്ട് കിടക്കുന്ന നമ്മുടെ സംസ്കാരത്തെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കണം. അങ്ങനെയാണിത് പാട്രിയാർക്ക് വർക്ക് ചെയ്യുന്നത്. അല്ല വളരെ ഇപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് ശമ്പളം കൂടുതൽ കിട്ടിയെന്ന് വിചാരിച്ചോ, കുറച്ച് പേർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ടോ ഒന്നും മാറുന്നതല്ല. അത് സമൂഹമാകെ പടർന്നു കിടക്കുന്ന ഒരു സംസ്കാരമാണ് ഈ പാട്രിയാർക്കി. അത് സാമ്പത്തികമായിട്ട് വളരെ ബന്ധപ്പെട്ട് ഉള്ളതാണെന്നുള്ളതാണ്. അപ്പോൾ അതിനെയൊക്കെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാതെ സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ സ്ത്രീകൾ പലയിടത്തും ഉയർന്നു വരുന്നു. അവർ ഈ അപമാനമൊന്നും പഴയതുപോലെ സഹിക്കുന്നില്ല. സെക്ഷൽ അഡ്വാൻസ്മെൻറ്റ്, സെക്ഷൽ ഹറാസ്മെൻറ്റ് പഴയതുപോലെ നിശബ്ദതയായിരുന്നു. ഇന്നലത്തെ പത്രങ്ങൾ വായിച്ചു കാണും. നിശബ്ദതയ്ക്ക് ഇനി ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ എഴുതിയിട്ടുണ്ട് വളരെ അഭിമാനത്തോടു കൂടി. പക്ഷെ നേരത്തെ നമ്മൾ മിണ്ടാതിരുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചിട്ട് അവരെ ചൂഷണം ചെയ്യുന്നത്. ഈ നിശബ്ദത പ്രചരിപ്പിച്ചുകൊണ്ടാണ്. അതിന് സ്ത്രീകൾ ഒന്ന് ബ്രേക്ക് ചെയ്താൽ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കൺട്രോൾ ചെയ്യുന്നത്. പുതിയ രീതികൾ കൊണ്ടുവന്ന് കൺട്രോൾ ചെയ്യുന്നത്. സ്ത്രീകളൊന്നും നോ പറഞ്ഞ് ഇപ്പം എലക്ഷൻ തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. 52% സ്ത്രീകൾക്ക് ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണം എന്ന് സ്ത്രീകൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ പുരുഷന്മാരുടെ അധികാരം പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ട്രാറ്റജീസും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും എടുക്കും. കുടുംബത്തിനകത്തെ അധികാരം പോകുന്നതുകൊണ്ട് കുടുംബത്തിലും പുരുഷന്മാരങ്ങനെ നിൽക്കും. യുക്തിവാദി സംഘത്തിലാണെങ്കിലും അങ്ങനെ നിൽക്കും. ഏത് സംഘടനയിലാണെങ്കിലും അധികാരം വിട്ടുകൊടുക്കാൻ ആരും തയ്യാറാവില്ല. അത്ര സൂക്ഷ്മമായിട്ടാണ് ഈ സ്ത്രീകളെ അടിച്ചമർത്തുന്ന അധികാരം വർക്ക് ചെയ്യുന്നത്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. എൻ്റെ പേര് സുധീർ എന്ന പേര്, വൈപ്പിന്നു. ഇപ്പോൾ കാരാശ്ശേരി മാഷ് പറഞ്ഞ പോലെ ആധുനിക സമൂഹം സ്ത്രീകളെ അന്ധവിശ്വാസം ആണ് നമ്മൾ ചർച്ച ചെയ്തത്. പുരുഷന്മാരിൽ അന്ധവിശ്വാസം ഇല്ല എന്നുള്ളതായിരിക്കും ഇവിടെ പറഞ്ഞു വച്ചേക്കുന്നത്. അതല്ല പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ അന്ന് എല്ലാവരും പറഞ്ഞത് ഈ സ്ത്രീകളെ അന്ധവിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ മുഴുകിക്കേട്ട വാക്ക് പാട്രിയാർക്കി അല്ലേ? എനിക്ക് പറഞ്ഞ് നിങ്ങൾ ചോദിക്കാനുള്ളത്, നിങ്ങൾ ആ സ്ത്രീകളെ നിങ്ങൾ ചർച്ചിതമായിട്ടുള്ള സ്ത്രീകളോട് ചോദിക്കാനുള്ളത് കാര്യമുണ്ട്. വേറൊന്നുമല്ല, ഈ പുരുഷ മേധാവിത്വം പറയാം. പുരുഷ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സ്ത്രീകളും വന്ന് പുരുഷൻ്റെ വീട്ടിൽ താമസിക്കുകയും പിന്നെ പുരുഷ മേധാവിത്വത്തെ കുറിച്ച് എതിർക്കുക എന്താ അധികാരമുള്ളത് പറഞ്ഞാൽ നിങ്ങൾ പുരുഷൻ്റെ വീട്ടിൽ താമസിക്കുകയും അതേസമയം പുരുഷനെ കുറിച്ച് നമ്മൾ എൻ്റെ അത് ചെയ്യുന്നു, എൻ്റെ അംഗീകരിക്കല്ലേ, എൻ്റെ
അടിക്കണ് പിടിക്കണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിൽക്കി, അല്ലാതെ 6 മാസം നിങ്ങളുടെ വീട്ടിലേക്കുന്നത് പപ്പാതയാക്. അതാണ് പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയായിരുന്നു. നിങ്ങൾ കാരണം നിങ്ങൾ പുരുഷൻ്റെ വീട്ടിലൊന്നും താമസിക്കണമെന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. നിങ്ങൾ സ്വന്തമായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ 6 മാസം എൻ്റെ വീട്ടിൽ നിങ്ങൾ ഇട്ടുകൊണ്ട് നിൽക്കുക, 6 മാസം കൊണ്ട് നിൽക്കുക. പറ്റോ? അല്ലല്ല, പറ്റോ? നിങ്ങൾക്ക് പറ്റോ? ഓക്കെ, താങ്ക് യു. ഞാൻ എൻ്റെ കണ്ടോ. ഞങ്ങളാരും പുരുഷന്റെ വീട്ടിൽ താമസിക്കുന്നവരല്ല. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ട് വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു പുരുഷൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത്. ഞാനും അതെ. ഞാൻ 52 വയസ്സുണ്ട് എനിക്ക്. ഞാൻ ഒരു 4-5 കൊല്ലം ഒഴികെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കുന്നത്. അല്ല, അത് തന്നെയല്ല സ്ത്രീ അല്ല അതിനുള്ള മറുപടി നമ്മളാരും ശരിയല്ല. ചോദ്യം ശരിയല്ല. ഒരു സ്ത്രീയും ആഗ്രഹിച്ചിട്ടല്ല പുരുഷന്റെ വീട്ടിൽ പോയി നിൽക്കുന്നത്. ഇത് പാട്രിയാർക്കി വ്യവസ്ഥ മാറ്റണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞങ്ങളെല്ലാവരും ഈ പാട്രിയാർക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഞാൻ എൻ്റെ മോളോട് പറയുന്നത്, നീ വിവാഹം കഴിക്കുന്നെങ്കിൽ നിനക്ക് സ്വന്തമായി താമസിക്കാൻ ഒരു വീടുണ്ടാക്കിയിട്ട് നിനക്ക് വിവാഹം കഴിച്ചാൽ മതി. നിനക്ക് തോന്നുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമില്ല. അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിവാഹം കഴിച്ചാൽ മതി. അഥവാ എന്നെങ്കിലും അങ്ങനെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ സ്വന്തമായി താമസിക്കാൻ ഒരു ഇടം ഉണ്ടായിട്ട് വിവാഹം കഴിക്കുന്നതായിരിക്കും. അവളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വീടുണ്ടാക്കി അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് വിവാഹം കഴിച്ചാൽ മതി എൻ്റെ മകളെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇറങ്ങി പോകണ്ടല്ലോ. അല്ല ഒന്ന് പറഞ്ഞോട്ടെ. അതെ. അല്ലല്ല, പറയട്ടെ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല, പ്ലീസ്. ഇല്ലില്ല, അതിൻ്റെ ഉത്തരം ഞാൻ പറയാം പ്ലീസ്. ഞാൻ സോഷ്യോളജി അധ്യാപികയാണ്. ഞാൻ കുറേ 2-3 ഉത്തരം പറയട്ടെ പ്ലീസ്. അവർക്ക് ഞാനത് പറയാം, ഉത്തരം പറയാം. അപ്പം ഞാനൊരു ഉത്തരം പറയട്ടെ പ്ലീസ്. ഒരു കാര്യം പറയട്ടെ. ചോദ്യം എനിക്ക് ക്ലിയർ ആയില്ല സത്യം പറഞ്ഞാൽ. ഇല്ല, ഞാനൊരു ഉത്തരം പറയട്ടെ. എന്താണ് ചോദ്യം? മനസ്സിലായില്ല. ഉത്തരം ഞാൻ പറയാം. ഞാൻ സോഷ്യോളജി അധ്യാപികയാണ്. അതേ ഈ പാട്രിയാർക്ക് ഞാൻ 2-3 വർഷം ആയതേ ഉള്ളൂ ഈ പറഞ്ഞ യുക്തിവാദ പഠന കേന്ദ്രത്തിലേക്കും ചർച്ചകളിലേക്കും വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ യുക്തിവാദത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സോഷ്യോളജി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന പാട്രിയാർക്കി എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചാണ്. പലരും ഇവിടെ വരുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദം പോലെയാണ് പാട്രിയാർക്കി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പാട്രിയാർക്കി ഇത് ആരുടെയും തെറ്റല്ല, ആരും വാഗ്വാദത്തിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ എല്ലാവർക്കും എല്ലാ വിഷയങ്ങളും അറിയണമെന്നില്ല. പാട്രിയാർക്കി എന്ന് പറയുന്ന ആശയം ഇതുവരെയും ആർക്കും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് നമ്മളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ സോഷ്യോളജിക്ക് പറഞ്ഞാൽ 3 റീസൺസ് ആണ്. അതായത് നമ്മുടെ സമൂഹം പാട്രി ലോക്കലാണ്, പാട്രി ലീനിലാണ്, പാട്രിയാർക്കലാണ്. അതായത് വിവാഹം കഴിച്ചതിന് ശേഷം സ്ത്രീ പുരുഷൻ്റെ വീട്ടിൽ പോയി താമസിക്കണം എന്നുള്ളൊരു കസ്റ്റമുള്ള സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വത്ത് ആർക്കാണ്? പുരുഷനാണ് സ്വത്തുള്ളത്. ഇപ്പം വീട്ടിൽ പോയി താമസിച്ചത് കൊണ്ട് സ്വത്ത് ഇപ്പം നിയമപ്രകാരം പോലെ കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഭർത്താവിൻ്റെ സ്വത്തിന് ഒരിക്കലും ഭാര്യയ്ക്ക് അവകാശമില്ല. അപ്പോൾ സ്വത്തിന് അവകാശി പുരുഷനാണ്. അതുകൊണ്ട് കുട്ടിക്ക് സ്വത്തും കുട്ടിയുടെ പാരമ്പര്യവും കുട്ടിക്ക് സ്വത്ത് കിട്ടുന്നതും ആരുടേതാണ്? പുരുഷൻ്റേതാണ്. അതുകൊണ്ട് ഈ അധികാരം ആർക്കാണ്? പുരുഷനാണുള്ളത്. അങ്ങനെയുള്ള ഒരു പുരുഷ കേന്ദ്രീകൃത അധികാര വ്യവസ്ഥയാണ് നമ്മൾ പാട്രിയാർക്കി എന്ന് പറയുന്നത്. അത് നമ്മുടെ സിസ്റ്റമാണ് അങ്ങനെ. അപ്പം ഞാൻ അതിൽ സോഷ്യോളജി പഠിച്ചാൽ എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞതുപോലെ നിയോ ലോക്കൽ, അതായത് പാട്രി ലോക്കലാണ് നമ്മളുടെ വ്യവസ്ഥ. വിവാഹം കഴിച്ചതിന് ശേഷം പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ സോഷ്യോളജി തന്നെ മറ്റൊരു
കസ്റ്റമാണ് നിയോ ലോക്കൽ എന്ന് പറയും. ഭാര്യയും ഭർത്താവും ഭാര്യയുടെ വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ പോകേണ്ട, സ്വന്തമായിട്ട് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുക, രണ്ടുപേർക്കും തുല്യ അവകാശമുള്ള നിയോ ലോക്കലാണ് അതിനൊരു പരിഹാരമായി തോന്നിയത്. അപ്പോൾ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന ആ ആശയത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ആശയത്തെക്കുറിച്ചൊരു ധാരണയിലുണ്ടായ പിശക്കാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതൊരിക്കലും ഈ ഫെമിനിസം എന്ന് പറയുന്നത്, ഫെമിനിസത്തെക്കുറിച്ച് എനിക്ക് എപ്പോഴും വരുന്നൊരു സങ്കടം അതാണ്. എപ്പോഴും പുരുഷൻ സ്ത്രീ എന്നുള്ള രണ്ട് വൈരുദ്ധ്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള തർക്കങ്ങളും സംഘടനകളുമായി മാറാറുണ്ട് പലപ്പോഴും ഫെമിനിസം എന്ന് പറഞ്ഞ ചർച്ച. ഒരിക്കലും ഫെമിനിസം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ചർച്ചയല്ല, അതൊരു പാട്രിയാർക്കൽ, അതായത് പുരുഷ അധികാര കേന്ദ്രീകൃത വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. ഇവിടെ നമ്മൾ മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും മതം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അധികാര വ്യവസ്ഥയാണ്. നമ്മൾ മതത്തിൽ സ്ത്രീകളാണ് വിശ്വാസികളെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴും അതിൻ്റെ അധികാരത്തിലിരിക്കുന്നത് പുരുഷന്മാരാണ്. ആ അധികാര വ്യവസ്ഥയെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ പാട്രിയാർക്കി എന്നുള്ള പദം ഉപയോഗിച്ചത്. ആ പദത്തെക്കുറിച്ചുള്ള ഒരു ആശയപരമായിട്ടുള്ള ഒരു സംശയത്തിൻ്റെ കൊണ്ടുണ്ടാകുന്ന ചോദ്യങ്ങളാണെന്ന് വിചാരിക്കുന്നു. അതിനെ എല്ലാവരും കുറച്ചും കൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ. അല്ല, അത് ശരിക്കും സിലബസിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഈ ജെൻഡർ വിഷയം പാട്രിയാർക്കിയൊക്കെ താഴത്തെ ക്ലാസ് തൊട്ട് പഠിക്കേണ്ടതാണ്. ഇപ്പം കുറേശ്ശെ മാറ്റം വരുന്നുണ്ടെന്ന്, എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്, അല്ലേ? അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാൻ പറയും, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി കണ്ടത് സോഷ്യോളജി പഠിക്കാൻ കഴിഞ്ഞതാണെന്ന് തോന്നാറുണ്ട്. എല്ലാ മനുഷ്യരും പഠിക്കേണ്ട ഒരു വിഷയമാണ് സോഷ്യോളജി. കാരണം നമ്മൾ എല്ലാവരും സയൻസാണ് വലുതെന്ന് പറയും, പക്ഷേ മനുഷ്യൻ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട വിഷയം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. അപ്പം ആ ഒരു ആശയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ തർക്കത്തിന് കാരണം. ആശയം ക്ലിയർ ആക്കുന്നത് ഈ ഇടയ്ക്ക് ഇപ്പോൾ 2-3 വർഷമായതേ ഉള്ളൂ യുക്തിവാദി സംഘടനകൾ പോലും പാട്രിയാർക്കിയും ജെൻഡറും എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ചകളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും പോലും നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് വരെ ദൈവമില്ല, സയൻസ് എന്നൊരു വിഷയം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് ആശാവഹമായ കാര്യമാണ്. അപ്പോൾ ആശയത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേരളത്തിൽ ഒരു 15-20 വർഷം മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാ ക്ലാസ്സുകാർക്കും ഈവൻ പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള സബ്ജക്റ്റ് പഠിക്കുന്നവർ പോലും സോഷ്യോളജി കമ്പൽസറി ആക്കി. ആരോ ഒരു തലയ്ക്ക് വെളിയുണ്ടായിരുന്ന ഒരാൾ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു. ആ പ്രൊപ്പോസൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് എല്ലാവരും കൂടി പരാജയപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട്. എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും ഓർമ്മിക്കുന്നുണ്ടാവില്ല, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഞാനും മാഡത്തിനെ പോലെ ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സോഷ്യോളജി MA പാസ്സായ ആളാണ്. എനിക്കും ഇതേ ഒരു വികാരമാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സബ്സിഡറി സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യോളജി. അന്ന് അതിനോട് തോന്നിയ സ്നേഹം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും ഒരു PG എടുക്കാൻ പറ്റിയത്. അത് തീർച്ചയായിട്ടും സോഷ്യോളജി ഒരു പഠിക്കേണ്ട, എല്ലാവരും പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പാഠപുസ്തകങ്ങൾ വന്നതുകൊണ്ട് കാര്യമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിഷയമാണ്. കാരണം ഞാൻ സോഷ്യോളജി പഠിച്ചിട്ട് സോഷ്യോളജിക്കകത്ത് മതം എങ്ങനെയാണ് ഉണ്ടായത്, മതത്തിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ ടീച്ചേഴ്സ് ആയവർ ചോദിച്ചു നിങ്ങളിത് എങ്ങനെ പഠിപ്പിക്കും? അത് ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേ ആദ്യമേ ജാമ്യം എടുക്കും, സോഷ്യോളജിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിശ്വാസിയാണ് എന്നുള്ളത്. അതെനിക്ക് ഇപ്പോഴും വിഷമകരമായ കാര്യമാണ്. അതായത് വിഷയം മാത്രമല്ല, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളെയും കൂടി അത് ബാധകമാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതെ, സോഷ്യോളജിയിൽ തന്നെ ഈ പാട്രിയാർക്കി എന്നുള്ള കൺസെപ്റ്റൊക്കെ പുതിയതായിട്ട് വന്നതാണല്ലോ എല്ലാ സബ്ജക്റ്റിലും. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന മെഡിസിനാണ്, മെഡിസിനകത്ത് ഇതുവരെ ഇതൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ സോഷ്യോളജിയിൽ പോലും അത് സ്ത്രീകളൊക്കെ പിന്നെ റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ പാട്രിയാർക്കി എന്നുള്ള കൺസെപ്റ്റും, അല്ലെ അതിനു മുമ്പ് വരെ ഈ ഫാമിലിയെക്കുറിച്ചുള്ള ആന്ത്രോപോളജിക്കൽ പഠനങ്ങൾ വരെ പുരുഷ കേന്ദ്രീകൃതമായിരുന്നു. പഴയ ചിമ്പാൻസിയുടെ ഒക്കെ ഫാമിലി മനുഷ്യരുടെ പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ബയോളജിയുടെ ഇത് പറഞ്ഞത്. നമ്മൾ സാമൂഹ്യമായിട്ട് കാണുന്ന കാര്യങ്ങൾ ബയോളജിയിലേക്ക് അല്ലെ ആന്ത്രോപോളജിയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്താൽ കണ്ടിരുന്നത്. ആദ്യകാലത്തുള്ള പഠനങ്ങൾ ചിമ്പാൻസികൾ മനുഷ്യരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. ചിമ്പാൻസിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരുടെ പോലെയുള്ള ഒരു പാട്രിയാർക്കൽ ഫാമിലി ആയിട്ടാണ് ആദ്യത്തെ റിസർച്ചേഴ്സ്, ആണുങ്ങളായിട്ടുള്ള റിസർച്ചേഴ്സ് കണ്ടുപിടിച്ചിരുന്നത്. അതിനുശേഷം പെണ്ണുങ്ങൾ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെയൊന്നുമല്ല, പലതരത്തിലുണ്ട്. പെണ്ണ് നേതൃത്വം കൊടുക്കുന്ന ഫാമിലിയുണ്ട്, അല്ലെങ്കിൽ ഈക്വാളിറ്റി ഉള്ള ഫാമിലിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഫാമിലിയുണ്ട്. ഇത്തരത്തിലുള്ള പുതിയ ആന്ത്രോപോളജി സോഷ്യോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന, അതും സോഷ്യോളജിയിൽ തന്നെ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടാവും, അതിനു മുമ്പ് അതൊന്നുമില്ല. അത് പല സബ്ജക്റ്റിലും ഇപ്പോൾ ബയോളജി പഠിപ്പിക്കുന്നിടത്ത് ഇത് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് റിഡക്ഷനിസ്റ്റായി പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബയോളജി പോലും ബയോളജിയിലുള്ള ക്വസ്റ്റ്യൻസ് പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ ഈ തരം കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടും കൂടി ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതെ, നിലനിൽക്കുന്ന സാമൂഹ്യ ക്രമത്തെ മാറി. കാരണം കുടുംബം എന്ന് പറയുന്നത് സോഷ്യലായി തുടങ്ങിയ സമയത്ത് അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങിയതെന്നായിരുന്നു നിർവചനം. ഇപ്പം അത് മാറിയിട്ടുണ്ട്. വൈവാഹിക ബന്ധമുള്ള രക്തബന്ധമുള്ള ഗ്രൂപ്പ്. കാരണം അച്ഛനും അമ്മയും മാത്രമുള്ളതല്ല കുടുംബം. അച്ഛനും അമ്മയെന്ന് പറയുമ്പോഴേ ഹെട്രോസെക്ഷലാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ഹോമോസെക്ഷലായിട്ടുള്ള ആളുകളുമുണ്ട്. അപ്പം അതുകൊണ്ട് കാലമനുസരിച്ച് നിയമങ്ങൾ ആശയങ്ങൾ മാറും. അതിൻ്റെ പരമായിട്ട് നമുക്ക് പാട്രിയാർക്കി എന്നുള്ള ചിന്ത കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ആശയം കൂടുതൽ ചർച്ചകളിലേക്ക് വരട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. അത് രണ്ട് കാര്യമാണ് ചെറുതായി ചോദിക്കാം. ഒന്ന്, ഈ സ്വാതന്ത്ര്യത്തെ എടുക്കുക എന്ന് പറഞ്ഞു. അതായത് നമ്മളുടെ ഇവിടുത്തെ കുടുംബ വ്യവസ്ഥിതി മതങ്ങളുടെ ആശയങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പുരുഷ കേന്ദ്രീകൃത കുടുംബ വ്യവസ്ഥിതിയാണ്. ഈ കുടുംബ വ്യവസ്ഥിതിയിൽ ജനിച്ചു വളരുന്ന കുട്ടികളിൽ ഒരു ആൺകുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഈ കുട്ടികൾക്ക് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വളർത്തുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സ്വാതന്ത്ര്യം ആ പെൺകുട്ടിക്ക് എടുക്കാൻ കഴിയുമോ? അവളോട് നീ ഇങ്ങനെ ചെയ്യരുത്, അത് ആൺകുട്ടിക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുടുംബത്തിൽ ആ പെൺകുട്ടിക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം എടുക്കാൻ കഴിയുന്നത്? അതിന് ഒരു പ്രായപൂർത്തിയാവണം, അത്യാവശ്യം മെച്യൂരിറ്റി വന്നതിന് ശേഷമാണ് ഈ സ്വാതന്ത്ര്യം എടുക്കൽ നടക്കുള്ളൂ. അത് ദാമ്പത്യത്തിൽ ഓക്കെ, അല്ലാത്തതിൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുക തന്നെ വേണം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഭീമാബദ്ധം എന്നാണ് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായാൽ, അതായത് എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞത് ഈ ബിൽഡിങ്ങിനെ തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി, ഇതിലെന്താ ഫീഡിങ് മുറി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനായിട്ട് ഇനി അഡീഷണലായിട്ട് അമ്മമാർ മാത്രമല്ലേ ഉള്ളൂ, ബാക്കി സ്ത്രീകൾ എന്താ വരാത്തെ? അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ പറയുമ്പോൾ ആ പറയുന്നതിൽ കുറച്ചൊക്കെ സയൻറ്റിഫിക് ആവണം. പാനലിൽ വന്നിരുന്ന് പറയുമ്പോൾ അല്ലാത്ത അബദ്ധങ്ങൾ വന്നിരുന്നിട്ട് പറയരുത്, അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങൾ. ഈ രണ്ടിനും മറുപടി പറയുന്നത് മാത്രമാണ് പറഞ്ഞത്. ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള കാര്യം എനിക്ക് കൂടുതൽ മൊബിലിറ്റി, അതായത് അമ്പലങ്ങളിൽ പോകുമ്പോൾ പൊതുസമ്മതി കിട്ടുന്നു എന്നുള്ളതാണ്. അതെനിക്ക് മാഡത്തിനോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ, കാരണം അമ്പലങ്ങളിൽ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, കുട്ടികളെയും കൊണ്ട് വരാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. എനിക്കത് തോന്നിയത് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതിനെ കൂടുതലും പൊതുസമ്മതിയാണ്. സ്ത്രീകൾക്ക് എപ്പോഴും പൊതുസമ്മതി മതകേന്ദ്രങ്ങളിലേക്ക് പോകാനാണ്. അപ്പം അതിനെ എതിർക്കുക എന്ന് പറയുന്ന ആ സ്വാതന്ത്ര്യം എടുക്കണം എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം വീണ്ടും പാട്രിയാർക്കി ചോദ്യം ചെയ്യുന്ന ചോദ്യമാണ്. അപ്പം അതിനെ എതിർക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതാണ് ഇതിനകത്ത് ഒരുപാട് വലിയ മനസ്സിലാക്കാനുള്ള വലിയ കൂലങ്കഷമായ കാര്യമൊന്നുമല്ല പറഞ്ഞത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വരുമ്പോൾ, ഇപ്പം തന്നെ അവിടെ ഒരു സ്ത്രീ രണ്ട് കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് കുട്ടികൾക്കുള്ള സൗകര്യം എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ മീറ്റിംഗ് നടക്കുന്നിടത്തും, എല്ലാ സ്കൂളുകളിലും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്രഷ് പോലെയുള്ള കാര്യങ്ങൾ കുട്ടികളെ നോക്കാനുള്ള ഉണ്ടാകുന്ന ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് പുതിയതായിട്ടൊരു സംഭവമൊന്നുമില്ല. സ്ത്രീകൾക്കും കൂടി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ മാത്രം ജോലിയല്ല, ആണുങ്ങൾ വരുവാണെങ്കിലും ചിലപ്പോൾ അച്ഛനായിരിക്കും കുട്ടിയെ കൊണ്ടുപോകുന്നതെങ്കിലും ഈ കുട്ടിയെ നോക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണം. നമ്മൾ പിന്നെ എൽഡർലി ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന തരത്തിലുള്ള എന്താണ് ഈ റാമ്പ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുപോലെ ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത്. കുട്ടികളെ കൂടെ നോക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് എല്ലായിടത്തും പാർട്ടിസിപ്പേഷൻ പറ്റുള്ളൂ. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആരെങ്കിലും നോക്കണമല്ലോ, കുട്ടി ആരെങ്കിലും നോക്കണമല്ലോ. ഇപ്പം എന്താണ്, വീട്ടിൽ കുട്ടികളെ നോക്കണം എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾക്ക് വരാൻ പറ്റാത്തത്. ആ ഒരു കാര്യമാണ് മല്ലിക പറഞ്ഞാണെങ്കിൽ ആ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്താണ്, എങ്ങനെയാണ് സ്വാതന്ത്ര്യം എടുക്കുന്നതെന്ന്. സ്വാതന്ത്ര്യം എങ്ങനെയാണ് എടുക്കുന്നത്, ആൺകുട്ടികൾ എങ്ങനെയാണ് എടുക്കുന്നത്, അതാണ് തുല്യതയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന തുല്യതയെക്കുറിച്ചും തുല്യനീതിയെക്കുറിച്ചും നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കാത്തൊരു വിഷയമാണ് ഭരണഘടന. ഭരണഘടന പഠിച്ചാൽ തന്നെ മനസ്സിലാവും അത് എങ്ങനെയാണ് എക്സർസൈസ് ചെയ്യേണ്ടതെന്ന്. അത് ആർക്കാണ് ഭയം? കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ ആർക്കാണ് ഭയം? ഈ പാട്രിയാർക്കൽ ഫാമിലിയിലുള്ള ആളുകൾക്ക്, അവിടുത്തെ എന്താണ് ഓക്കെ, പലർക്കും ഭയമുണ്ട്. അതല്ലെങ്കിൽ എന്താ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തുല്യതയല്ലേ പറയുന്നത്. അതിനകത്ത് പിന്നെ അത് മനസ്സിലാക്കിയാൽ പോരെ. അത് സ്കൂളിൽ പഠിപ്പിക്കണം. വലുതാകുമ്പോൾ കുട്ടികളത് എക്സർസൈസ് ചെയ്തോളും, ചെയ്യുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികൾ ചെയ്യാൻ തുടങ്ങി, പെൺകുട്ടികളെല്ലാം ചോദ്യം ചെയ്യാൻ തുടങ്ങി, അവർ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഭയമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിട്ടുപോകുന്നുള്ള ഭയമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ത്രീകളത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നതിനാൽ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ മെമ്പർ ഓമന ജോർജിനെ ക്ഷണിക്കുന്നു.
ഡോക്ടർ ജയശ്രീക്ക് മെമൻറ്റോ നൽകുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്ര മെമ്പർ അപർണ അശോകനെ ക്ഷണിക്കുന്നു. ലിബി CS-ന് മെമൻറ്റോ നൽകുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം വൈസ് ചെയർമാൻ സുധീഷ് തോപ്പിലിനെ ക്ഷണിക്കുന്നു. സഫിയയ്ക്ക് മെമൻറ്റോ നൽകുന്നതിനായി വീണ്ടും സുധീഷ് തോപ്പിലിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ജയശ്രീക്ക് മെമൻറ്റോ നൽകുന്നു അപർണ അശോകൻ.